Dear students, welcome to Harvest Online. NEET 2021 question paper ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് പൊതുവേ എല്ലാവർക്കും ടഫ് ആയിരുന്നു അല്ലേ? കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, ടഫ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ടഫ് തന്നെയാണ്. കുറച്ചും കൂടെ ടൈം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം കുറച്ച് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് സ്റ്റെപ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ മുഴുവനായിട്ട് ക്വസ്റ്റ്യൻസ് ടൈമിൽ വിത്തിൻ ടൈം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് റിസൾട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇത് N5 വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ചെയ്യുന്നത്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ has a uniform electric field E in the space between the plates. If the distance between the plates is D and the area of each plate is A, the energy stored in the capacitor is. നമുക്കറിയാം എനർജി ഡെൻസിറ്റി അല്ലേ? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓഫ് കപ്പാസിറ്റർ, എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ½ε0E² ആണ് അല്ലേ? അത് എനർജി ഡെൻസിറ്റി ആണ്, എനർജി പെർ വോളിയം ആണ്. സോ എനർജി എന്ന് പറഞ്ഞാൽ ഈ എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നല്ലേ വരിക? ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലേ കപ്പാസിറ്ററിൻ്റെ കേസിൽ? സോ ഇതാണ് ഓപ്ഷനായിട്ട് വരിക. ഓപ്ഷൻ 2 ആണ് വരിക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുക. The velocity of small ball of mass m and density d when dropped in a container filled with glycerine becomes constant after some time. But terminal velocity ന്റെ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത് അല്ലേ? കോൺസ്റ്റന്റ് ആയി വെലോസിറ്റി. If the density of glycerine is d/2, then the viscous force acting on the ball will be. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇയാളുടെ വെയിറ്റ് W താഴത്തേക്കുണ്ട്, ഇതിൻ്റെ വിസ്കസ് ഫോഴ്സും മേലേക്ക് ഉണ്ടാവും, അതുപോലെ ബോയിൻ്റ് ഫോഴ്സും മേലേക്ക് ഉണ്ടാവും. ഇതിൽ വിസ്കസ് ഫോഴ്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തത്. സോ FV + FB ആണ്, ബോയിൻ്റ് ഫോഴ്സ് ആണ് W. അത് ബാലൻസ് ചെയ്ത് നിർത്തിയതുകൊണ്ട് therefore FV = W - FB എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ് അല്ലേ? നമുക്ക് മാസ് m ആയതുകൊണ്ട് mg ആണ് വെയിറ്റ്, അതിൽ ഡൗട്ടില്ല. ബോയിൻ്റ് ഫോഴ്സ് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ d/2 ആണ്, ഇൻറ്റു g ആണ്. ബട്ട് വോളിയം ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ആരുടെ ഡെൻസിറ്റിയാണ്? ഈ ബോളിൻ്റെ ഡെൻസിറ്റിയാണ്. സോ വോളിയം ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ m ആണ്. സോ mg - m/2g എന്ന് കിട്ടും. ക്ലിയർ? mg - mg/2 പറഞ്ഞാൽ ആരാണ്? mg/2 ആണ്. ഇതേതാ ഓപ്ഷൻ വരിക? 4th ഓപ്ഷൻ. ഓക്കെ, question number 3, the effective resistance of a parallel connection that consists of 4 wires of equal length, equal area of cross section and same material. അപ്പോൾ എല്ലാവരുടെയും റെസിസ്റ്റൻസ് സെയിം ആണ് എന്നർത്ഥം. കാരണം ലെങ്ത്തും ഈക്വൽ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈക്വൽ ആണ്, ഒരേ മെറ്റീരിയലും ആണ്. അപ്പോൾ ഈ 4 ആൾക്കാരുടെയും റെസിസ്റ്റൻസ് ഈക്വൽ ആണ്. അവരെ പാരലൽ വെച്ചപ്പോൾ അവരുടെ കോമ്പിനേഷൻ 0.25 ഓം എന്നാണ് പറഞ്ഞത്. സോ R ആണ് അവരുടെ റെസിസ്റ്റൻസ് എങ്കിൽ പാരലലി 4 ആളെയും വെക്കുമ്പോൾ R/4 ആവില്ലേ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? അത് എത്രയാണെന്നാണ് പറഞ്ഞത്? R/4 0.25 ആണെന്നാണ് പറഞ്ഞത്. therefore R എന്തായിരിക്കും? 1 ഓം അല്ലേ? 4 × 0.25 എന്ന് പറഞ്ഞാൽ 1 ഓം ആണ്. അപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരാം. ഇനി വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്? ഈ 4 ആൾക്കാരെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതോടുകൂടി 4R ആവില്ലേ സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? ദാറ്റ് ഈസ് 4 × 1 ഓം, ദാറ്റ് ഈസ് 4 ഓം ആണ് റെസിസ്റ്റൻസ് വരിക. ഓപ്ഷൻ ഏതാണ്? 3rd ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, എ കോൺവെക്സ് ലെൻസ് എ ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസ് ആൻഡ് എ കോൺകേവ് ലെൻസ് ബി ഓഫ് ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ കെപ്റ്റ് അലോങ് ദ സെയിം ആക്സിസ് വിത്ത് എ ഡിസ്റ്റൻസ് d ബിറ്റ്വീൻ ദം. ഡി എന്നുള്ള ഡിസ്റ്റൻസിലാണ് അവർ തമ്മിൽ ഉള്ളത്. ഇഫ് എ പാരലൽ ബീം ഓഫ് ലൈറ്റ് റേസ് ഓൺ എ ലീവ്സ് ബി ആസ് പാരലൽ ബീം. എ എന്നുള്ള ഇതിലേക്ക് പാരലൽ ബീം വരുന്നു, അത് ബിന്ന് പോകുന്നതും പാരലൽ ആയിട്ടാണ് എങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് d എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം കോൺവെക്സ് ലെൻസിൻ്റെ കേസ് ഒന്ന് നോക്കാം. എന്താണ് കോൺവെക്സ് ലെൻസിൽ സംഭവിക്കുന്നത്? പാരലൽ ബീം ഓഫ് ലൈറ്റ് റേസ് അതിൽ നിന്ന് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരലൽ ബീം ഒക്കെ കൂടെ പോയിട്ട് കൺവേർജ് ചെയ്യും അല്ലേ? കൺവേർജ് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായാലും കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ 20 സെൻറ്റിമീറ്റർ ആണെന്ന് അർത്ഥം. ഇനി പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും കോൺകേവ് ലെൻസിനെ വെക്കണം. ഡിസ്റ്റൻസ് ഡിയിലാണ് കോൺവെക്സിന്, ഡിസ്റ്റൻസ് ഡിയിലാണ് കോൺകേവ് ലെൻസ് ഉള്ളത്. പക്ഷെ അതിൽ നിന്ന് പോകുന്നത് പാരലൽ ബീം ആവണം. ഒരിക്കലും തന്നെ കോൺകേവ് ലെൻസിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ ഫോക്കസിലൊരു ഒബ്ജക്റ്റ് വെച്ചാൽ, ഇവിടെ ഈ ഭാഗത്തൊരു ഒബ്ജക്റ്റ് വെച്ചാൽ ഇതിൽ നിന്ന് പോകുന്ന റേസ് ഒരിക്കലും പാരലായിട്ട് പോകില്ല. അങ്ങനെയല്ല ഉണ്ടാവുക.
ഇത് കോൺവെക്സ് ലെൻസ് ആണെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ അപ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ വരുന്ന, അതായത് ഈ ഭാഗത്തുള്ള എഫിലേക്ക് വരുന്ന റേസ് ആണെങ്കിൽ അത് അല്ലേ അത് ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ കോൺകേവ് ലെൻസിന് ഇവിടെയാണ് വെക്കേണ്ടത്, സച്ച് ദാറ്റ് ഇതിൻ്റെ ഫോക്കസ്, ഈ കോൺകേവിൻ്റെ ഫോക്കസ് ഇവിടെയാണ്, അതായത് ഇത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് അർത്ഥം. കോൺകേവിൻ്റെ ഫോക്കൽ ലെന്ത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന റേസ് എന്ത് സംഭവിക്കും, ഇങ്ങനെ പാരലായിട്ട് പോകും. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എത്ര ആവണം, ഡിസ്റ്റൻസ് 20ന്ന് 5 സബ്ട്രാക്ട് ചെയ്ത് 15 സെൻറ്റിമീറ്റർ ആവണം. ക്ലിയർ? അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരിക, ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5. Force F, acceleration A and time T are chosen as fundamental physical quantities. Dimension of energy എന്നാണ് ചോദിച്ചത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കുകയാണെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കായിട്ട് എടുക്കാം, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്ങനെയെങ്കിലും ഇവരെ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ, അതായത് FEATൻ്റെ ടേംസിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിന് എനിക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം, വെലോസിറ്റീന് എനിക്ക് ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്ന് എഴുതാം. ദാറ്റ് ഈസ് FAT² ആയത്, എ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ FAT² എന്നുള്ള ഡയമെൻഷൻ ആർക്കുള്ളത്, ഓപ്ഷൻ 1. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡയമെൻഷണൽ അനാലിസിസ് മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം, ഇതാവും കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് മെത്തേഡ്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 6? മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. കോളം 1ഉം കോളം 2ഉം കാണുന്നില്ലേ, അതിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിലായിട്ട് മാച്ച് ചെയ്യുന്നത് EE/m ഇൻറ്റു ടൗ അല്ലേ. സോ എ എന്നുള്ളത് മാച്ച് ചെയ്യുന്നത് ആർക്കാണ്, ആറിനാണ്. പിന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി E = J റോ, മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ അല്ലേ. സോ E = J റോ എന്ന് E/J ആണല്ലോ റോ. സോ എസ്സുമായിട്ട് കണക്റ്റഡ് ആണ് BS. സോ ARഉം BSഉം ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്, 1ഉം 4ഉം. ഇനി നമുക്ക് C ആണ് നോക്കേണ്ടത്. റിലാക്സേഷൻ പീരിയഡ് M/NE² റോ. സോ C is connected to റിലാക്സേഷൻ പീരിയഡ്, C is connected to CP ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, 4th ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ DQ ആണ് അല്ലേ. കറണ്ട് ഡെൻസിറ്റി NEAVD ആണ്, കറണ്ട് ബൈ എ ചെയ്യുമ്പോൾ NEVD ആണ് റിലാക്സേഷൻ. കറണ്ട് ഡെൻസിറ്റി D ഈസ് NEVD അല്ലേ. സോ Q ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ AR, BS, CP ആൻഡ് DQ ആയിട്ടുള്ളത് 4th ഓപ്ഷനാണ്. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. ദ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഷോൺ ഇൻ ദ ഫിഗർ ഈസ്. നമുക്ക് ഈ 7th ക്വസ്റ്റ്യനിൽ കപ്പാസിറ്റൻസിൻ്റെ ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2C പാരലൽ ഉണ്ട്, പിന്നെ അതിന് ഇങ്ങനെ ക്രോസ് ആയിട്ടൊരു കപ്പാസിറ്റൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ ഈ 2 പോയിന്റ് ക്രോസുള്ള കപ്പാസിറ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷോർട്ട് ഉണ്ട് അല്ലേ, ഈ കപ്പാസിറ്റൻസിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ദെർഫോർ ഈ കപ്പാസിറ്റൻസിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം ഷോർട്ട് ചെയ്ത സ്ഥിതിക്ക്. സോ ഈ 2 കപ്പാസിറ്റൻസ് പാരലൽ ആയിട്ടാണ് വരിക അല്ലേ. 2 കപ്പാസിറ്റൻസ് പാരലായിട്ട് വന്നാൽ 2C, രണ്ടും C+C 2C എന്നുള്ള ഫോമിലാണ് ഇതിൻ്റെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് വരിക, ഓപ്ഷൻ 1. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നാണ് അല്ലേ. എ കപ്പ് ഓഫ് കോഫി കൂൾസ് ഫ്രം 90 degrees Celsius to 80 degrees Celsius in T minutes when the room temperature is 20 degrees Celsius. The time taken by similar cup of coffee to cool from 80 to 60 at room temperature same at 20 degrees Celsius is. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലേ, കൂളിങ്ങിൻ്റെ റേറ്റ് T2 - T1/T is equal to ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു T1 + T2/2 മൈനസ് റൂം ടെമ്പറേച്ചർ. ഞാൻ റൂം ടെമ്പറേച്ചറിനെ TR എന്നോ അല്ലെങ്കിൽ TC എന്നോ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാം അല്ലേ. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് T2 - T1 എന്ന് പറഞ്ഞാൽ 90 - 80 അല്ലെങ്കിൽ T1 - T2 ആണ് കുറച്ചുകൂടെ നല്ലത്, കൂളിംഗ് ആയതുകൊണ്ട്. സോ 90 - 80/T, T എന്നുള്ള ടൈം തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഈക്വൽ ടു -K ഇൻറ്റു T1 + T2/2 എന്ന് പറഞ്ഞാൽ 90 + 80/2 അതിൻ്റെ പകുതി 85 മൈനസ് റൂം ടെമ്പറേച്ചർ എത്രയാണ് 20 degrees Celsius. ഇനി രണ്ടാമത്തെ കേസ്, ഇത് ഫസ്റ്റ് കേസാണ്, ഇതിന് ഇക്വേഷൻ 1 കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസ് കേസ് 2 എന്താ പറയുന്നത്, 80 to 60 ആണ് അല്ലേ. സോ 80 to 60 ബൈ ആ ടൈമിന് ഞാൻ T1 എടുത്തു, ഈക്വൽ ടു 8 - K ഇൻറ്റു 80 + 60/2 പകുതി എന്ന് പറഞ്ഞാൽ 70 അല്ലേ, -20 എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 നമ്മൾ ചെയ്യാം. അപ്പോൾ ഇവിടെ 10/T
by 20 by T1 equal to minus k cancelled. 85 minus 20 എന്ന് പറഞ്ഞാൽ 65 അല്ലേ, 65 ഡിവൈഡ് ബൈ 50. അപ്പോൾ T1 നമുക്ക് ഈ 20യും 10ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1/2 എന്ന് കിട്ടാൽ T1 മേലെ വരും. സോ T1/2t ഈക്വൽ ടു 65 by 15 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 13/10 എന്നാണ് കിട്ടുക. സോ 13/10 അതിൽ 2ഉം 10ഉം ക്യാൻസൽ ചെയ്ത് 5. സോ T1 ഈക്വൽ ടു 13t ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. ഇതിൻ്റെ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് എമർജൻസ് ഫ്രം ദ പ്രിസം. ഇപ്പോൾ ഒരു റേ ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം ഒരു പ്രിസം, ഇത് 90 ഡിഗ്രി പ്രിസമാണ്, ഇവിടെ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇവിടെ 30 ഡിഗ്രി ആണ് അല്ലേ. ഇനി നമുക്ക് ഒരു ഇൻസിഡൻറ്റ് റേ തന്നിട്ടുണ്ട്. ഇൻസിഡൻറ്റ് റേ ഇവിടെ 90 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ കേസിൽ ഈ ഇൻസിഡൻറ്റ് റേ റിഫ്രാക്ഷൻ നടക്കാതെ തന്നെ ഇങ്ങനെ അല്ലേ നോർമൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൾസോ 0 ആയിട്ട് നേരെ ഇങ്ങനെ വരും. ഇനി ഈ പോയിന്റിൽ നമ്മൾ നോർമൽ വരക്കണം. ഈ പോയിന്റിൽ നോർമൽ വരച്ചിട്ടുള്ള ഇൻസിഡൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയും നോക്കണം. ഇത് 60 ഡിഗ്രിയാണ്. സോ ഇത് 30 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. സോ ഇവിടെ 60 ഡിഗ്രിയാണ് അല്ലേ. ദാറ്റ് മീൻസ് ഇത് 90 ആയതുകൊണ്ട് ഇത് 30 ആണ്. ക്ലിയർ ആയി വിചാരിക്കും. സോ ഈ 30 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്താ, റേ പോകുന്നത് ഡെൻസർ മീഡിയം ടു റെയറർ ആണ്. ദെർഫോർ നമ്മളത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ മേലെയാണോ താഴെയാണോ എന്ന് ചെക്ക് ചെയ്യണം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ മേലെയാണെങ്കിൽ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് നടക്കുക അല്ലേ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ മേലെയാണെങ്കിൽ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് നടക്കുക. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും താഴെയാണെങ്കിൽ ഇവിടുത്തെ 30 ഡിഗ്രി ഇല്ലേ, അത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും താഴെയാണെങ്കിൽ അവിടെ എന്താണ് നടക്കുക, അവിടെ ഈ റിഫ്രാക്ഷനാണ് നടക്കുക. അപ്പോൾ ഈ 30 ഡിഗ്രി എന്നുള്ളത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ മേലെയാണോ താഴെയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ 30 ഡിഗ്രി എന്നുള്ളത് നമുക്കത് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം, ഇവിടുത്തെ കേസിൽ സൈൻ ഒക്കെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√3 ആണ്. ഓക്കെ, ഈ 1/√3 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/1.7 ആണ് അല്ലേ, 73. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, സൈൻ ഇൻവേഴ്സ് 1/2 ആണ് 30 ഡിഗ്രി അല്ലേ. അപ്പോൾ 1/2 ആണോ 1/1.73 ആണോ വലുത്? 1/1.73 ആയിരിക്കും വലുത് അല്ലേ. അപ്പോൾ ഇതായിരിക്കും ലാർജർ. ഈ 30 ഡിഗ്രിനേക്കാളും ലാർജർ ആയിരിക്കും. അപ്പോൾ സി ഈസ് ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി. അപ്പോൾ അല്ലേ, സി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ റിഫ്രാക്ഷൻ നടക്കും അല്ലേ. ഇവിടെ ടോട്ടൽ റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷൻ നടക്കുക. ആ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് എമർജൻസ് പറഞ്ഞാൽ ഈ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും അല്ലേ. റിഫ്രാക്ഷൻ നടക്കും. ഇങ്ങനെ വരുന്ന ആൾ റിഫ്രാക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കണം. അപ്പോൾ ഇത് ബെൻഡ് ചെയ്യുന്നത് നോക്കുക, ഇങ്ങനെയാണ് ആൾ പോകേണ്ടത്. എവേ ഫ്രം ദ നോർമലാണ് ബെൻഡ് ചെയ്യുക, കാരണം റെയർ മീഡിയത്തിലേക്ക് ആയതുകൊണ്ട്. ഈ ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ആംഗിൾ ഡെഫിനറ്റ്ലി 30നേക്കാളും വലുതായിരിക്കും, കാരണം ഡെൻസർ ടു റെയറർ ആയതുകൊണ്ട്. ഇവിടെ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. സോ സൈൻ ഐ മനസ്സിലായി നിൽക്കുന്നുണ്ടോ, 30 ഡിഗ്രിനേക്കാളും മേലെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ചെറിയ ആംഗിൾ ആയതുകൊണ്ട് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ കേസിൽ ഇതാണ് ഐ, ഇതാണ് ആർ. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ √3. സോ 1 ഡിവൈഡഡ് ബൈ √3 അല്ലേ. സ്നെൽസ് ലോ അപ്ലൈ, സൈൻ ഐ ബൈ സൈൻ ആർ. അപ്പോൾ ആർ ആണ് നമുക്ക് കിട്ടേണ്ടത്, ഐ 30 ഡിഗ്രിയാണ്. സോ സൈൻ 30 ഡിവൈഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു 1/√3. അപ്പോൾ സൈൻ 30 പറഞ്ഞാൽ 1/2. സൈൻ ആർ അങ്ങോട്ട് പോകും. സോ √3/2 ഈക്വൽ ടു സൈൻ ആർ, ഓർ ആർ ഈക്വൽ ടു എത്രയെന്നാണ് കിട്ടുക, 60 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ആർ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 60 ഡിഗ്രിയിലാണ് അപ്പോൾ എമേർജ് ചെയ്യുക എന്നർത്ഥം. എമർജൻസ് 60 ഡിഗ്രിയിലാണ്. ഓപ്ഷൻ 4 ആണ് ഇതിൽ വരിക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ്, ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഫോട്ടോസെൻസിറ്റീവ് സർഫസ് ഓഫ് നെഗ്ലിജിബിൾ വർക്ക് ഫംഗ്ഷൻ. ഇപ്പോൾ വർക്ക് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, വരുന്ന എനർജി മുഴുവനായിട്ടും ആ ഇലക്ട്രോണിന് കിട്ടിയിട്ട് ആ എനർജി മുഴുവനായിട്ടും കൈനറ്റിക് എനർജി ആയിട്ട് മാറും അല്ലേ. വർക്ക് ഫംഗ്ഷനും കൂടി. അപ്പോൾ hc/λ ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി എന്നുള്ളടത്ത് hc/λ ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്നുള്ള ഫോമിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഈ എം എന്നുള്ളത് ഫോട്ടോ ഇലക്ട്രോണിൻ്റെ മാസ് ആണെങ്കിൽ അതിന് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λd ആണെങ്കിൽ ആ റിലേഷൻ ഏത് റിലേഷനാണ് ഇതിൽ താഴെ ശരിയാവുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക്
ഒരു കാര്യം അറിയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? h/mv അല്ലെങ്കിൽ h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി ഇ. ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടെ മുഴുവനായിട്ടും hc/λ ആണ്, വർക്ക് ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ λd ഈസ് ഈക്വൽ ടു h/√2m ഇൻറ്റു hc/λ അല്ലേ? നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ ഉള്ള സ്ഥലമുണ്ട്, ലാംഡ ഡി സ്ക്വയർ ഉള്ള സ്ഥലമുണ്ട്, പക്ഷെ റൂട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയർ ചെയ്യുക രണ്ട് സൈഡിലും. ലാംഡ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു h²/2mhc. ഈ ലാംഡ മേലേക്ക് പോകും, ഒരു എച്ച് ക്യാൻസൽ ചെയ്യും. സോ ലാംഡ ഡി സ്ക്വയർ ഇവിടെ ലാംഡനെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ലാംഡ ഇസ് ഈക്വൽ ടു 2mc/h ഇൻറ്റു ലാംഡ ഡി സ്ക്വയർ അല്ലേ? 2mc/h ഇൻറ്റു ലാംഡ ഡി സ്ക്വയർ. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരെ ഈ വേർഷനിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. Two charged spherical conductors of radius r1 and r2 are connected by a wire. Then the ratio of surface charge densities of the sphere σ1/σ2. അപ്പോൾ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റീസിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. ഇവിടെ വയർ വെച്ച് കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയിരിക്കും. സോ 1/4πε0 q/r സെയിം ആയിരിക്കും. 1/4πε0 സെയിം ആയതുകൊണ്ട് q1/r1 = q2/r2 ആയിരിക്കും. ഏതിൽ? ഈ സ്ഫിയേഴ്സ് പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 11 ആട്ടോ ചെയ്യണം. സോ ഇവിടുത്തെ കേസിൽ Q1 എന്ന് പറഞ്ഞാൽ σ1 ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ πr² അല്ല, അപ്പോൾ r1² എന്ന് എടുത്തു. 4πr² r1² ബൈ r1 ഇസ് ഈക്വൽ ടു σ2 r2² അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു r1 ക്യാൻസൽ ചെയ്തു, ഒരു r2 ക്യാൻസൽ ചെയ്തു. സോ σ1/σ2 ഇസ് ഈക്വൽ ടു r2/r1 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. r2/r1 ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. An inductor of inductance L, a capacitor of capacitance C and a resistor of resistance R are connected in series to an AC source of potential difference V volts as shown in the figure. അപ്പോൾ ഫിഗറിൽ കാണിക്കുന്ന പോലെ LCR സർക്യൂട്ട് ഉണ്ട്. അതിൽ 40 വോൾട്ട് 10 വോൾട്ട് 40 വോൾട്ട് ആയിട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോയിങ് 10√2 ആണ്. എങ്കിൽ ഇമ്പിഡൻസ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം, ഇവിടുത്തെ കേസിൽ നമുക്ക് ഈ വോൾട്ടേജ് ആയിട്ട് തരിക 40 വോൾട്ട് 10 വോൾട്ട് 40 വോൾട്ട് ഒക്കെ AC വോൾട്ടേജ് ആണ്. അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ അത് RMS വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. സോ RMS വോൾട്ടേജിന്റെ നെറ്റ് വോൾട്ടേജ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? √VR² പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു വാട്ട് ഈസ് VR²? VR² പറഞ്ഞാൽ 40² പ്ലസ് VL മൈനസ് VC എന്ന് പറഞ്ഞാലോ 40 മൈനസ് 10 ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു √40² പ്ലസ് 30². പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് അല്ലേ? സോ ഇത് 50 വോൾട്ട് ആണ് കിട്ടുക RMS വോൾട്ടേജ്. ഇനി RMS വോൾട്ടേജ് 50 വോൾട്ട് ആണെങ്കിൽ IRMS എത്രയാണ്? IRMS പറഞ്ഞാൽ പീക്ക് 10√2 ആണ്, ബൈ √2 ചെയ്യും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 10 ആംപിയർ ആണ്. ഇനി നമുക്ക് Z ഇമ്പിഡൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അല്ലേ? ഇമ്പിഡൻസ് പറഞ്ഞാൽ VRMS ബൈ IRMS. ദാറ്റ്സ് ഈക്വൽ ടു VRMS പറഞ്ഞാൽ 50 ബൈ IRMS പറഞ്ഞാൽ 10. ദാറ്റ്സ് ഈക്വൽ ടു 5 ഓം എന്നുള്ള ആൻസറിലേക്കാണ് എത്തുക. സോ ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് ആസ് ഷോൺ. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ഇറ്റ് മൂവ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഡൈപോൾ വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13 ഒരു ഡൈപോൾ പ്ലസ് Q മൈനസ് Q അല്ലേ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും കാണിച്ചിട്ട് ഡൈപോളിനെ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് ഒരു കാര്യം അറിയാം, ഡൈവേർജിങ് ഫീൽഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ഫീൽഡ് ഹയർ ആയിരിക്കും അല്ലേ? E1 E2 ഞാൻ എടുക്കുകയാണെങ്കിൽ E1 ഹയർ ഫീൽഡ് ആയിരിക്കും E2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇവിടെ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, ഇവിടുത്തെ ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അതിൽ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കേസിൽ E1 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്ലസ് ക്യൂവിനുള്ള E1 കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് റൈറ്റ് സൈഡിലേക്കാണ്, മൈനസ് ക്യൂവിന് E2 കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലും ഈ ഫോഴ്സ് ഓൺ Q1 അല്ലേ, ഫോഴ്സ് ഓൺ Q1 ഗ്രേറ്റർ ആയിരിക്കും കമ്പയർഡ് ടു ഫോഴ്സ് ഓൺ Q രണ്ടാമത്തെ Q മൈനസ് Q. അതുകൊണ്ട് തന്നെ മൊത്തത്തോടെ ഈ റൈറ്റ് സൈഡിലേക്കായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. സോ മൂവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും, മൂവ്സ് ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും അല്ലേ? റൈറ്റ് ആയിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത്
ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ് അല്ലേ, റൈറ്റിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിലുള്ളത്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ആണോ ചെയ്യുക, ഇൻക്രീസ് ആണോ ചെയ്യുക? ഇവിടുത്തെ ഒബ്വിയസ്ലി ഇലക്ട്രിക് ഫീൽഡ് കുറയാണ്, ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ മൊത്തത്തോടെ കുറയാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയും കുറയും എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും അല്ലേ, പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ടുവേർഡ്സ് റൈറ്റ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ഉള്ള ഓപ്ഷനിലേക്ക് തന്നെ നമ്മൾ എത്താൻ പറ്റും. സോ ഓപ്ഷൻ 1 തന്നെയാണ് നമുക്ക് എത്താൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എ ആൻഡ് ബി ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ അല്ലേ. എന്താണ് എ? സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ് വെൻ യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്ററിൽ സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിൽ തന്നെയാണ് യൂസ് ചെയ്യുക അല്ലേ, അതിലൊരു ഡൗട്ടൊന്നുമില്ല. ബി എന്താണ്? ദ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് പി എൻ ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 വോൾട്ട് ടു 0.3 വോൾട്ട്. നമുക്കൊരു പി എൻ ജംഗ്ഷൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട് ആണ്. സിലിക്കണിൻ്റെ 0.7 ഈ റേഞ്ചിലല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദിസ് ഇസ് ഫാൾസ്. സോ എ ഈസ് കറക്റ്റ് ആൻഡ് ബി ഈസ് ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരിക. സോ ഓപ്ഷൻ 2 ആണ് ഈ ഒരു വേർഷനിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. എ ലെൻസ് ഓഫ് ലാർജ് ഫോക്കൽ ലെങ്ത് ആൻഡ് ലാർജ് അപ്പർച്ചർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ആസ് എൻ ഒബ്ജക്റ്റീവ് ഓഫ് എൻ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. അതായത് ലാർജ് ഫോക്കൽ ലെങ്ത്തും ലാർജ് അപ്പർച്ചറും ഉള്ള ആളെയാണ് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. കാരണം ലാർജ് അപ്പർച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി. റിസോൾവിങ് പവർ തന്നെ കൂടും ലാർജ് അപ്പർച്ചർ വന്നാൽ. ലാർജ് ഏരിയ ഓഫ് ഒബ്ജക്റ്റീവ് എൻഷുവേഴ്സ് ബെറ്റർ ലൈറ്റ് ഗ്യാതറിംഗ് പവർ. ശരിയാണ്, ലൈറ്റ് കൂടുതൽ ഗ്യാദർ ചെയ്യാൻ പറ്റും ലാർജ് അപ്പർച്ചർ ആണെങ്കിൽ. ലാർജ് അപ്പർച്ചർ പ്രൊവൈഡ്സ് ബെറ്റർ റെസൊല്യൂഷൻ. ഇതിൽ ഓൾ ഓഫ് ദ എബോൺ കറക്റ്റ്. ശരിക്കും ഫോക്കൽ ലെങ്ത് കൂട്ടാനുള്ള കാരണം അതിൻ്റെ മാഗ്നിഫിക്കേഷൻ കൂടിയാണ്. ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം ഈ ഓപ്ഷൻസിൽ സ്പെസിഫൈ ആണെങ്കിൽ അപ്പർച്ചർ കൂടിയതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. സോ ഓൾ ഓഫ് ദി എബോൺ ആൻസർ 15th വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. In a potentiometer circuit of EMF, a cell of EMF 1.5 volt gives a balance point at 36 cm length of wire. If another cell of EMF 2.5 volt replaces the first cell, then what length of wire the balance point occurs ആണ്. ഡയറക്റ്റ് ആയിട്ട് സെല്ലിൻ്റെ EMF കമ്പാരിസൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. E1/E2 ഈക്വൽ ടു L1/L2 എല്ലാവർക്കും അറിയാം. അപ്പോൾ E1/E2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ 1.5/2.5 ഈക്വൽ ടു L1 എന്ന് പറഞ്ഞാൽ 36 ഡിവൈഡ് ബൈ L2 അല്ലേ. സോ 1.5/2.5 എന്ന് പറഞ്ഞാൽ ഞാൻ 0.5 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 3, ഇത് 5, 3യും 36ഉം ക്യാൻസൽ ചെയ്താൽ 12. സോ L2 ഈക്വൽ ടു 12 × 5 ദാറ്റ്സ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ എന്നുള്ള ലെങ്ത്തിലേക്കാണ് ആൻസർ വരിക. ഓപ്ഷൻ 4th ഓപ്ഷനാണ് ഈ വേർഷനിൽ വരിക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് സർഫസ് ഈസ് v അല്ലേ. എസ്കേപ്പ് വെലോസിറ്റി v ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് അനദർ പ്ലാനറ്റ് ഹാവിംഗ് റേഡിയസ് 4 times ദാറ്റ് ഓഫ് എർത്ത് ആൻഡ് സെയിം മാസ് ഡെൻസിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനെ v' എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് സെയിം മാസ് ഡെൻസിറ്റിയാണ്, മാസ് അല്ല. അതുകൊണ്ട് തന്നെ √2gm/r എന്നുള്ള ഫോർമുല നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം മാസ് സെയിം ആണെങ്കിലാണ് നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √r എന്നുള്ള ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റുക. പക്ഷേ ഇവിടുത്തെ കേസിൽ മാസിനെ അല്ല ഇത് സെയിം ആയിട്ട് നിർത്തുന്നത്, ഡെൻസിറ്റിനെ ആയതുകൊണ്ട് നമുക്ക് സ്ഫെറിക്കലായിട്ട് എടുത്താൽ 4/3πg അവിടെ ഉണ്ട് 4/3πr³ റോ ഡിവൈഡ് ബൈ r. അപ്പോൾ ഇത് r² ആവും. അല്ലെങ്കിൽ ഈ r² റൂട്ടിന് പുറത്തേക്ക് വന്നാൽ rന് ഈക്വൽ ആവും. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. എസ്കേപ്പ് വെലോസിറ്റി ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ് എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് തന്നെ 4 times ദാറ്റ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റി 4 times v ആവില്ലേ, അതാണ് എത്തുക. സോ ഓപ്ഷൻ 3 ആണ് വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. A body is executing a simple harmonic motion with frequency n, frequency of its potential energy എന്നാണ് ചോദിച്ചത്. നമുക്കൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ y വേഴ്സസ് t ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൈനസോയിഡൽ കർവാണ് കിട്ടുക. എനർജി എന്നുള്ളത് എപ്പോഴും സ്ക്വയർ, സൈൻ സ്ക്വയർ, കോസ് സ്ക്വയർ ഫോമിലായതുകൊണ്ട് എനർജി എപ്പോഴും ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക അല്ലേ. അതുകൊണ്ട് തന്നെ ടൈം പീരീഡ് ഹാഫ് ആവും. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ടൈം t ആണെങ്കിൽ ഇതിൻ്റെ ടൈം പീരീഡ് t/2 ആവും.
ടൈം പീരീഡ് ഹാഫ് ആവും, ഫ്രീക്വൻസി ഡബിൾ ആവും. സോ ഫ്രീക്വൻസിയാണ് നമ്മളോട് ചോദിച്ചത്. ഇതിൻ്റെ ഫ്രീക്വൻസി n ആണെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി 2n ആണ് വരിക. ഓപ്ഷൻ 1. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 19 ആണുള്ളത്. 19 എന്താണ്? സ്ക്രൂ ഗേജിലെ ക്വസ്റ്റ്യൻ ആണ്. എ സ്ക്രൂ ഗേജ് ഗിവ്സ് ദ ഫോളോയിങ് റീഡിങ്സ് വെൻ യൂസ്ഡ് ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് വയർ. മെയിൻ സ്കെയിൽ റീഡിംഗ് 0 mm, സർക്കുലർ സ്കെയിൽ റീഡിംഗ് 50 ഡിവിഷൻസ് എന്നാണ് പറഞ്ഞത്. Given that 1 mm on main scale corresponds to 100 divisions on circular scale, the diameter of the wire എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്ക് റീഡിംഗ് എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിൽ റീഡിംഗ് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്നാണ് വരിക. അപ്പോൾ ഇവിടുത്തെ കേസിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് അല്ലെങ്കിൽ പിച്ച് സ്കെയിൽ റീഡിംഗ് 0 ആണ് അല്ലേ, പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 52 ആണ്, ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 mm ഡിവൈഡ് ബൈ 100 ആണ് അല്ലേ. 1 mm എന്നുള്ളത് കറസ്പോണ്ട്സ് ടു 100 ഡിവിഷൻസ് എന്നാണ് പറഞ്ഞത്. സോ 1 mm ഡിവൈഡ് ബൈ 100 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.52 mm ആണ് നമ്മൾ റീഡിംഗ് വരിക അല്ലേ. ഓക്കെ, എല്ലാ ഓപ്ഷൻസും സെൻറ്റിമീറ്ററിലാണ്. സോ അതുകൊണ്ട് 0.052 സെൻറ്റിമീറ്ററിലേക്ക് നമ്മളതിനെ മാറ്റണം അല്ലേ. സോ ഓപ്ഷൻ 3 ആണ് വരിക. 3. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. Question number 20. For a plane electromagnetic wave propagating in x direction, which of the following combination gives the correct possible directions for electric and magnetic field respectively? അപ്പോൾ എക്സ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇ ക്രോസ് ബി അല്ലേ, ഇ ക്രോസ് ബി എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷനിലല്ലേ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അത് ഐയിലായിട്ട് കിട്ടണം. അപ്പോൾ ഇയും ബിയും ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഐയിലായിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതാ നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? മൈനസ് ജെ പ്ലസ് കെ മൈനസ് ജെ പ്ലസ് കെ മൈനസ് ജെ മൈനസ് കെ അല്ലേ. ബി ഓപ്ഷൻ എന്താ? ജെ പ്ലസ് കെ മൈനസ് ജെ മൈനസ് കെ. പിന്നെ തേർഡ് ഓപ്ഷൻ എന്താ? സി മൈനസ് ജെ പ്ലസ് കെ മൈനസ് ജെ പ്ലസ് കെ അല്ലേ. ഇനി ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ജെ പ്ലസ് കെ ജെ പ്ലസ് കെ. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തേർഡും ഫോർത്തും എന്തായാലും പറ്റില്ല. കാരണം രണ്ട് വെക്ടേഴ്സ് ഒരേ ക്രോസ് എടുത്താൽ 0 ഒരേ പോലത്തെ വെക്ടേഴ്സാണ്. ക്രോസ് എടുത്താൽ 0 ഉണ്ട്. അപ്പോൾ എയും ബിയും മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിൽ ജെ ക്രോസ് ജെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് 0. അപ്പോൾ മൈനസ് ജെ ക്രോസ് മൈനസ് കെ. ഓക്കെ, ജെ ക്രോസ് കെ എന്താ? ജെ ക്രോസ് നമ്മൾ ജെ ക്രോസ് കെ ഐ അല്ലേ, ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ മൈനസ് ജെ ക്രോസ് മൈനസ് കെ, രണ്ട് മൈനസ് എടുക്കുമ്പോഴും ഐ ആവൂലേ, പ്ലസ് അല്ലേ. പിന്നുള്ളത് എന്താ? കെ ക്രോസ് കെ എടുക്കണ്ട, കെ ക്രോസ് മൈനസ് ജെ. കെ ക്രോസ് മൈനസ് ജെ പറഞ്ഞാലും കെ ക്രോസ് ജെ പറഞ്ഞാൽ മൈനസ് ഐ ആണ്, കെ ക്രോസ് മൈനസ് ജെ പറഞ്ഞാൽ ഐ തന്നെ. സോ ഐ പ്ലസ് ഐ എന്നുള്ള ഫോം, അതായത് രണ്ട് വെക്ടേഴ്സും ഐ ഡയറക്ഷൻ തന്നെയാണ് വരിക. സോ എ തന്നെയാണ് ഓപ്ഷൻ വരിക. ബട്ട് നോക്കി നോക്കുക, ജെ ക്രോസ് മൈനസ് കെയും, അതായത് ഇവിടുത്തെ കേസിൽ മൈനസ് ജെ ക്രോസ് മൈനസ് കെ ആണ് ഉണ്ടായിരുന്നത്, പകരം ഇവിടെ ജെ ക്രോസ് മൈനസ് കെ ആണ് വരിക. ഈ ജെ ക്രോസ് മൈനസ് കെ എന്ന് പറയുന്നതോട് കൂടി ജെ ക്രോസ് കെ ഐ ആണ്, ജെ ക്രോസ് മൈനസ് കെ എന്ന് പറയുമ്പോൾ മൈനസ് ഐ ആണ്, പ്ലസ് പിന്നെ വരുന്നത് സെയിം ആണ്, ഈ കെ ക്രോസ് മൈനസ് ജെ ആണ്. കെ ക്രോസ് മൈനസ് ജെ വീണ്ടും ഐ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണ് ആവുക. സോ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആവുള്ളൂ. ഇൻ്റെയും ബിൻ്റെയും കോമ്പിനേഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി ഈസ് കണക്റ്റഡ് അക്രോസ് എൻ AC സോഴ്സ് ഓഫ് വോൾട്ടേജ് V given by V is equal to V0 sin omega t അല്ലേ. The displacement current between the plates of the capacitor would then be given by. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ε0 d∅/dt ഒക്കെ ചെയ്യണം. പക്ഷേ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് കറന്റും കണ്ടക്ഷൻ കറന്റും സെയിം ആവണം. കണ്ടക്ഷൻ കറന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആളുണ്ട് ഇവിടെ. കണ്ടക്ഷൻ കറന്റ് എന്താണ്? C/dV/dt ആണ് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾ എഴുതാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റും കണ്ടക്ഷൻ കറന്റും എപ്പോഴും ഈക്വൽ ആവണം. ആ കണ്ടക്ഷൻ കറന്റ് ആണ് C/dV/dt. ദാറ്റ്സ് ഈക്വൽ ടു C ഇൻറ്റു dV/dt പറഞ്ഞാൽ V0 omega cos omega t അല്ലേ. സോ C V0 omega cos omega t ഏത് ഓപ്ഷൻ? ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താണ്? 22. പോളാർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ് which acquire a dipole moment only in the presence of electric field due to displacement of charges, acquire a dipole moment only when magnetic field is absent, having permanent electric dipole moment, having zero dipole moment. ഇതിൽ കറക്റ്റ് ആൻസർ പെർമനൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പോളാർ മോളിക്യൂൾസ് വിളിക്കുക. ഓക്കെ, അപ്പോൾ പോളാർ മോളിക്യൂൾസ് ആണ് അവർ. അങ്ങനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വേണം. സോ 22 ഓപ്ഷൻ ഇസ് 3. ഇനി 23 എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ്
number of photons per second on an average emitted by the source of monochromatic light of wavelength 600 nanometer when it delivers a power of 3.3 into 10 raised minus 3 watt will be given by. ഇവിടുത്തെ കേസിൽ പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, എൻ എച്ച് സി ബൈ ലാംഡ. ശരിക്കും എൻ എന്നുള്ളത് നമ്പർ പെർ സെക്കൻഡ് ആട്ടോ, നമ്പർ പെർ സെക്കൻഡ് അല്ലേ, ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ പവർ എന്ന് പറഞ്ഞാൽ 3.3 ഇൻറ്റു 10 raised minus 3 ഈക്വൽ ടു എൻ എത്രയെന്നാണ് ചോദ്യം, ഇൻറ്റു എച്ച് സി. എച്ച് എന്ന് പറഞ്ഞാൽ 6.6 ഇൻറ്റു 10 raised minus 34 ഇൻറ്റു സി 3 ഇൻറ്റു 10 raised 8 ഡിവൈഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ 600 നാനോമീറ്റർ, 600 ഇൻറ്റു 10 raised minus 9. അപ്പോൾ 3.3യും 6.6ഉം ക്യാൻസൽ ചെയ്താൽ 2, ഈ 2ഉം 3യും കൂടെ ക്യാൻസൽ ചെയ്ത് 6, അപ്പോൾ ഇവിടെ 100 വരും. അപ്പോൾ നമുക്ക് n ഇസ് ഈക്വൽ ടു ഇവിടെ 10 raised minus 3 ഉണ്ട്, ഇവിടുത്തെ കേസിൽ ഈ 10 raised 2 ഉണ്ട്, ഇവിടെ 10 raised minus 9 ഉണ്ട്, ബാക്കിയുള്ളത് ഇവിടെ പ്ലസ് 34ഉം മൈനസ് 8ഉം ഉണ്ട്, ബാക്കി ആരുമില്ല. ഓക്കെ, സോ എന്താ വരിക, 10 raised 34 പ്ലസ് 2 36 മൈനസ് 9 3 12 പ്ലസ് 8 20. സോ ദാറ്റ്സ് ഈക്വൽ ടു 10 raised 16 എന്നാണ് നമുക്ക് എന്നിൻ്റെ വാല്യൂ വരിക. ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ് ഈ വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24 എന്താണ്, ഇലക്ട്രോണിക്സ് എന്നാണ്. അഗെയിൻ ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ദ സെയിം ആസ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ പി ടൈപ്പ്. ഇപ്പോൾ കോൺസെൻട്രേഷൻ സെയിം ആണ്, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബും അപ്പുറത്തെ നമ്പർ ഓഫ് ഹോൾസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് സെയിം ആണ്. ഇനി an external field is applied across each of them, compare the currents. കറണ്ട് ഈ നമ്പറിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, മൊബിലിറ്റീനും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. മൊബിലിറ്റി ഇലക്ട്രോൺ കൂടുതലാണ്, രണ്ടാൾക്കും ഒരേ നമ്പർ ആണെങ്കിൽ മൊബിലിറ്റി ഇലക്ട്രോൺ കൂടുതലാവുമ്പോൾ ആ ഇലക്ട്രോൺ കാരണം ഉണ്ടാവുന്ന കറണ്ട് കൂടുതലാവും. സോ എൻ റീജിയനിൽ കറണ്ട് കൂടുതലാവും. സോ കറണ്ട് ഇൻ എൻ ടൈപ്പ് വിൽ ബി ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പി ടൈപ്പ് എന്നാണ് വരിക. സോ എൻ ടൈപ്പിലെ കറണ്ടാണ് കൂടുതലാവുക, ഡിപ്പെൻഡ്സ് ഓൺ മൊബിലിറ്റി. അടുത്ത എന്താ, ക്വസ്റ്റ്യൻ നമ്പർ 25. എ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ 5 centimeter by a force of 10 Newton. അതായത് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് 10 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 5 centimeter എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10 raised minus 2. സോ കെ ഇസ് ഈക്വൽ ടു 10/5, 2 ഇൻറ്റു 10 raised 2, ഓർ കെ ഇസ് ഈക്വൽ ടു 200 എന്ന് കിട്ടിയ അവിടെ തന്നെ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലേ. ഇനി എന്താണുള്ളത് നമുക്ക്, ഇനി അതിൻ്റെ ടൈം പീരീഡ് എന്താണെന്നാണ് ചോദിച്ചത്. ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π√m/k. ദാറ്റ്സ് ഈക്വൽ ടു 2π√m/k എന്ന് പറഞ്ഞാൽ എം എന്താണ്, എം 2 kilogram ഡിവൈഡ് ബൈ കെ 200 ആണ്. 200 ക്യാൻസൽ ചെയ്ത് 100. സോ 2π ഡിവൈഡ് ബൈ 10 ഓർ ദാറ്റ്സ് ഈക്വൽ ടു π/5. π/5 അല്ലെങ്കിൽ 2π ഡിവൈഡ് ബൈ 10ലേക്ക് തന്നെ പോവാം. 2π എന്ന് പറഞ്ഞാൽ 6.28 ഡിവൈഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 0.628 seconds അല്ലേ വരിക. 0.628 seconds, ഓപ്ഷൻ 3 ആണ് വരിക അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 26. എ ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 240 അല്ലേ. 240 ഉള്ള മാസ് നമ്പറുള്ള ന്യൂക്ലിയസ് ബ്രേക്സ് ഇൻ ടു 2 fragments ഈച്ച് ഓഫ് മാസ് 120. ഇപ്പോൾ 240 ആയിരുന്നു ഒരാളുടെ മാസ് നമ്പർ, അത് 120 ഉള്ള 2 fragments ആയിട്ട് ഫിഷൻ, ന്യൂക്ലിയർ ഫിഷൻ നടന്നു. ഇനി നമ്മളോട് പറഞ്ഞത് ഈ 240 ഉള്ള ആളുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു. ഈ 120 ഉള്ള ആൾക്കാരുടെ രണ്ടാൾക്കാരുടെയും ഫ്രാഗ്മെൻസിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദ ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി ഇൻ ദ പ്രോസസ്സീസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫിഷൻ നടന്ന് കഴിയുന്നതിന് എനർജി, ബൈൻഡിങ് എനർജി കൂടും, സ്റ്റെബിലിറ്റി കൂടും അല്ലേ. ബൈൻഡിങ് എനർജിക്ക് അനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടുമല്ലോ. അപ്പോൾ ഇയാളുടെ ബൈൻഡിങ് എനർജി മൈനസ് ഇയാളുടെ ബൈൻഡിങ് എനർജിയാണ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയാളുടെ ബൈൻഡിങ് എനർജി ഇത് പെർ ന്യൂക്ലിയോൺ ആണ്. സോ 8.5 ഇൻറ്റു 120ക്കും ഈ 120ക്കും 8.5 ആണ്. സോ 8.5 ഇൻറ്റു 240 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് കേട്ടോ. ഓക്കെ, മൈനസ് 7.6 ഇൻറ്റു 240 ആണ് ഇനീഷ്യൽ ബൈൻഡിങ് എനർജി. സോ ഈ 240 ആണ് പുറത്തേക്ക് എടുത്താൽ 8.5 മൈനസ് 7.6 ഇൻറ്റു 240 ദാറ്റ്സ് ഈക്വൽ ടു 0.9 ഇൻറ്റു 240. 9 ഇൻറ്റു 24 ആണ് 216 അല്ലേ. 216 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് കിട്ടും. 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കാം. അതിൽ എ നോക്കാം, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് കാണുമ്പോൾ തന്നെ AQ ആയിട്ടാണ് മാച്ച്ഡ്. AQ ആയിട്ട് മാച്ച് ചെയ്ത് 2 ഓപ്ഷൻസ് ഉണ്ട് തന്നെ. അപ്പോൾ നമുക്കിനി ബി നോക്കാം. ബി ഏതായിട്ടാണ് മാച്ച്ഡ്, പ്രഷർ എക്സേർട്ടഡ് ബൈ ഐഡിയൽ ഗ്യാസ്.
പ്രഷർ എക്സേർട്ടഡ് ബൈ ഐഡിയൽ ഗ്യാസ് BP ആയിട്ടാണ് അല്ലേ, പ്രഷർ 1/3 NmV² ബാർ അല്ലേ. ഇനി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ 3/2 kBT, അപ്പോൾ CS ആയിട്ട്. പിന്നെ ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് 1 mole ഓഫ് എ ഡയറ്റോമിക് ഗ്യാസ് 5/2 RT, ഇപ്പോൾ DR ആയിട്ട്. ഏതാ ഓപ്ഷൻ വരിക? സെക്കൻഡ് ഓപ്ഷൻ അല്ലേ, AQ BP CS DR. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28. എ സ്മോൾ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് അറ്റ് t = 0. Let Sn be the distance traveled by the block in the interval t = n-1 to t = n. Then the ratio Sn/Sn+1. നമുക്ക് ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ബ്ലോക്ക് സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ആണ്. ഈ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ g sin θ ഈക്വൽ ആണ്. അപ്പോൾ ഈ ഏത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ഉള്ള മോഷൻ ആണെങ്കിലും അതിലെ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ u + a/2 × 2n-1 ആണ്. ഇവിടുത്തെ കേസിൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് a/2 × 2n-1 ആണ്. എന്നാൽ Sn+1 എന്ന് പറഞ്ഞാലോ a/2 × 2 × n+1-1. ഇതിൻ്റെ റേഷ്യോ എടുത്താൽ Sn/Sn+1 എടുത്താൽ ആ a/2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2n-1/2n + 2-1 അല്ലേ, ദാറ്റ്സ് ഈക്വൽ ടു 2n-1/2n+1 എന്ന് കിട്ടും. ഏതാ ഓപ്ഷൻ വരിക? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇതിൽ ഈ വേർഷനിൽ വരിക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ്. എ പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം ഹൈറ്റ് S ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. At a certain height, its kinetic energy is 3 times its potential energy. The height from the surface of the earth and the speed of the particle at that instant are respectively. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഹൈറ്റ് S എന്നാണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്, ഹൈറ്റ് S എന്ന്. അപ്പോൾ S എന്നുള്ള ഹൈറ്റിൽ നിന്ന് ഒരു ആളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രോപ്പ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ആ ഹൈറ്റിൽ കൈനറ്റിക് എനർജി ഈസ് 3 times പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൈനറ്റിക് എനർജി ഈസ് 3 times പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ ആ ഹൈറ്റ് എത്രയാണെന്നും അതുപോലെ അവിടെയുള്ള ആളുടെ സ്പീഡ് എത്രയാണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു 3 times പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലേ, നമുക്ക് ഇവിടുത്തെ ടോട്ടൽ എനർജി എന്തായിരിക്കും? എപ്പോഴും ഈ ഹൈറ്റിലെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, അതാവുമല്ലോ. സോ ദാറ്റ് ഈസ് ടോട്ടൽ എനർജി എപ്പോഴും mgs ആയിരിക്കും, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി 3 times പൊട്ടൻഷ്യൽ എനർജിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാലോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ടോട്ടൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് കൈനറ്റിക് എനർജി /3 ആണ് അല്ലേ, പൊട്ടൻഷ്യൽ എനർജി. സോ കൈനറ്റിക് എനർജി പ്ലസ് കൈനറ്റിക് എനർജി /3 ഈക്വൽ ടു ടോട്ടൽ എനർജി. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും കൊടുക്കാം, പൊട്ടൻഷ്യൽ അതായത് കൈനറ്റിക് എനർജിക്ക് പകരം 3 times പൊട്ടൻഷ്യൽ എനർജി എന്ന് കൊടുത്താൽ 3 times പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി mgs ആണ്. 4 times പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ mgh ആണ്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഈക്വൽ ടു mgs എന്ന് കൊടുക്കുന്നതോട് കൂടി നമുക്ക് ഹൈറ്റ് S/4 ആണ് കിട്ടും. ഹൈറ്റ് S/4ൽ 2 ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് 3 ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ 4ാമത്തെ ഓപ്ഷൻ നോക്കണ്ട, കാരണം അത് ഡയമെൻഷനലി വെലോസിറ്റി നമുക്ക് കിട്ടൂല ആ സമയത്തുള്ള സ്പീഡ്. ആ സമയത്തുള്ള സ്പീഡ് കിട്ടാൻ ഈ ഹൈറ്റ് എത്രയാണ് കിട്ടേണ്ടത്? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ നോക്കട്ടോ, ടോട്ടൽ S/4 ആണിത്. അതിൽ നിന്ന് S-ന്ന് S/4 പോയാൽ ഈ ഹൈറ്റ് 3s/4 ആണ്. അപ്പോൾ ഈ എത്ര ഹൈറ്റ് ട്രാവൽ ചെയ്തോ അത് √2g ഇൻറ്റു എത്ര ഹൈറ്റ് ട്രാവൽ ചെയ്തു 3s/4. അതാണ് നമ്മുടെ എന്ത് വരിക? വെലോസിറ്റി വരിക. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ 2 ക്യാൻസൽ ചെയ്താൽ √3gs, ഈ റൂട്ടിനകത്ത് 2. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്താൽ വരിക 3rd ഓപ്ഷൻ. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 30, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ZAX അണ്ടർഗോസ് സ്പോണ്ടേനിയസ് ഡീകെ ഇൻ ദ സീക്വൻസ്. നമുക്ക് ആ സീക്വൻസ് നോക്കാം. ഫസ്റ്റ് Z ഉള്ളത് Z-1 ആയി, പിന്നെ Z-1 ഉള്ളത് Z-3 ആയി, പിന്നെ അത് Z-2 ആയി. അപ്പോൾ 2 കുറവ് വരുന്ന B മുതൽ C വരെ ചെയ്യുന്ന, അതായത് ആദ്യത്തേതല്ല രണ്ടാമത്തെ എന്തായാലും 2 കുറവുണ്ട് ആറ്റമിക് നമ്പറിന്. സോ അതെന്തായാലും ആൽഫ DK ആണ്. അപ്പോൾ നടുവിൽ ആൽഫ DK, അപ്പുറത്തും ഇപ്പുറത്തും ബീറ്റയോ ബീറ്റ മൈനസോ ബീറ്റ പ്ലസോ എന്നുള്ള ഡൗട്ടേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ആണ് വരിക. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ബീറ്റ -DK എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ് പോകുന്നത്. ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ആറ്റമിക് നമ്പർ ഒന്ന് കൂടുക ചെയ്യാം. മീൻസ് ഇലക്ട്രോൺ പോകുമ്പം ഒരു ന്യൂട്രോൺ പ്രോട്ടോണായി മാറിയിട്ടാണ് പോകുന്നത്. ദെയർഫോർ ഒരു ആറ്റമിക് നമ്പർ കൂടുകയാണ് ചെയ്യുക. ആറ്റമിക് നമ്പർ കൂടുന്ന കേസ് C
സി മുതൽ ഡി വരെയാണ് അല്ലേ, ഒരു ആറ്റമിക് നമ്പർ കൂടാണ്. സോ ബീറ്റ മൈനസ് ലാസ്റ്റും ഫസ്റ്റത്തെ ആൾ ബീറ്റ പ്ലസും ആയിരിക്കും. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. ക്ലിയർ ആയി കൺസെപ്റ്റ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 31 എന്താണ്? എ തിക്ക് കറന്റ് ക്യാരിയിങ് കേബിൾ ഓഫ് റേഡിയസ് ആർ carries a current I uniformly distributed across its cross section. The variation of magnetic field B of R due to the cable with the distance R from the axis of the cable is represented by. നമുക്കറിയാം ഒരു കേബിളിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടീവ് വയറിൻ്റെ കേസിൽ I ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻസൈഡ് പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അതുപോലെ അതിൻ്റെ ഔട്ട്സൈഡ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് μ0/2πr ഒക്കെ പോലെ തന്നെ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അതുപോലെ വരുന്ന റിലേഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ അതിൽ അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നത്. സോ ഓപ്ഷൻ 2 ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32, ഇഫ് E and G റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് എനർജി ആൻഡ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, E/Gന്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചത്. സോ 32 E/Gന്റെ ഡയമെൻഷൻ എനർജി ml² T⁻², G എന്നുള്ളത് m⁻⁻1 L³ T⁻², T⁻²കൾ ക്യാൻസൽ ചെയ്ത് പോയി m⁻⁻1 മേൽക്കൂടെ m² ആയി L⁻⁻1. സോ m² L⁻⁻1 T⁻0, m² L⁻⁻1 T⁻0 ഇത് മാത്രമാണ് ഫോർത്ത് ഓപ്ഷനാണ് വരിക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 33 എന്താണ്? an infinitely long straight conductor carries a current of 5 ampere as shown. ഒരു 5 ampere കറണ്ട് ഒഴുകുന്നുണ്ട്. ഇനി an electron moving with a speed of 10⁵ meter per second. 10⁵ meter per second ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട് 20 centimeter ഗ്യാപ്പിൽ അല്ലേ. The perpendicular distance between electron and conductor is 20 centimeter at an instant. Calculate the magnitude of the force experienced by electron at that instant. അതായത് QEB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁹, വെലോസിറ്റി 10⁵, ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയതുകൊണ്ട് μ0I/2πr. സോ ദാറ്റ്സ് ഈക്വൽ ടു 1.6 × 10⁻14 ഇൻറ്റു ഈ μ0/2π എന്ന് പറഞ്ഞാൽ 2 × 10⁻7 അല്ലേ, ഇൻറ്റു I എന്ന് പറഞ്ഞാൽ കറൻറ്റ് 5 ആംപിയർ ആണ്, ഡിവൈഡ് ബൈ റേഡിയസ് എന്നാൽ ഡിസ്റ്റൻസ് ആണ് 20 × 10⁻². അപ്പോൾ ഈ 20-ലെ 2ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ 10⁻1 ആണ്. 1.6 × 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 ഇൻറ്റു നോക്കട്ടോ, ഇതിൽ 8 ഇൻറ്റു പൈ വരുന്നില്ല അല്ലേ, പൈ വരുന്നില്ലല്ലോ, പൈ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. 4π × 10⁻1 2π ക്യാൻസൽ ചെയ്യുന്നുണ്ട്. സോ 8 × 10⁻20 ന്യൂട്ടൺ ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയിട്ട് വരിക ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34, the half life of a radioactive nuclide is 100 hours. The fraction of original activity that will remain after 150 hours will be. നമുക്ക് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ആ ഒറിജിനൽ ആക്ടിവിറ്റി A0/2 ആവുന്ന ടൈം അല്ലേ, A എന്നുള്ളത് A0/2 ആണ് ടൈം. സോ നമുക്ക് ഇങ്ങനെ എടുക്കാം, A0/2 = A0 e⁻⁻ ലാംഡ ഇൻറ്റു 100. ആ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാ അവേഴ്സിൽ തന്നെ ആയതുകൊണ്ട്. അതിൻ്റെ അർത്ഥം ഹാഫ് ഇസ് ഈക്വൽ ടു e⁻⁻ ലാംഡ 100 എന്നാണ്. നേരിട്ട് ഫോർമുല അറിയുന്നവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് ഇത് 1/2 ആണ് e⁻⁻. അപ്പോൾ 1/2 ലോഗ് എടുത്താൽ ലോഗ് 1/2 ഇസ് ഈക്വൽ ടു ലോഗ് e⁻⁻ എന്ന് പറയുമ്പോൾ മൈനസ് ലാംഡ 100. ആ മൈനസ് ഇങ്ങോട്ട് എടുക്കുന്നതോട് കൂടി ലോഗ് 2 ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 100. ലാംഡ ഇസ് ഈക്വൽ ടു ലോഗ് 2 ഡിവൈഡ് ബൈ 100. ഇതിൻ്റെ ബേസ് E ആണ് നോക്കണം കേട്ടോ ലോഗിൻ്റെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഒറിജിനൽ ആക്ടിവിറ്റി വിൽ റിമെയിൻ ആഫ്റ്റർ 150 hours. സോ 150 hours ആണ് ഇപ്പോൾ ഉള്ളത്. ആ ഫ്രാക്ഷൻ എക്സ് ആയിക്കോട്ടെ, എക്സ് റിമെയിൻ ചെയ്യും e⁻⁻ ലാംഡ ഇൻറ്റു 158. സോ ദാറ്റ്സ് ഈക്വൽ ടു e⁻⁻ ലാംഡക്ക് പകരം ഈ ലോഗ് 2/100 എന്ന് കൊടുക്കുക ഇൻറ്റു 150 അല്ലേ. ഈ 150 ഇൻറ്റു 100ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/2 എന്ന് കിട്ടും, -3/2 എന്ന് കിട്ടും. സോ e⁻⁻3/2 ലോഗ് 2. ആ ലോഗ് 2ൻ്റെ മേലേക്ക് ഈ -3/2 കയറ്റിയാൽ e⁻log 2⁻3/2. ഈ ലോഗും ഇയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ 2⁻3/2 എന്ന് മാത്രം വരും. ദാറ്റ് ഈസ് 1/2⁻3/2. അപ്പോൾ നമുക്ക് 2³ 8ൻ്റെ റൂട്ട് അല്ലേ, 1/√8. 1/√8 എന്നാൽ 1/2√2. അപ്പോൾ ഫ്രാക്ഷൻ റിമെയിൻ തന്നെയാണ് ചോദ്യം. യെസ്, റിമെയിൻ തന്നെയാണ് ചോദ്യം. സോ 1/2 റൂട്ട് ആണ് ആൻസർ വരിക ഓപ്ഷൻ 1. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. വാട്ടർ ഫാൾസ് ഫ്രം ഹൈറ്റ് 60 meter at the rate of 15 kilogram per second to operate a turbine. The losses due to frictional force are 10% of the input energy. How much power is generated by the turbine? അപ്പോൾ പവർ ജനറേറ്റഡ് ആണ് ചോദ്യം. പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് mgh/t എന്നാണ് എടുക്കുക. ഇൻറ്റു നമുക്ക് ഇവിടുത്തെ ഒരു എഫിഷ്യൻസിയും കൂടെ എടുക്കാം. ശരിക്കും ആ രീതിയിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഈ 15 കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ m/t നേരിട്ട് തന്നിട്ടുണ്ട്. സോ 15 കിലോഗ്രാം പെർ സെക്കൻഡ് ഇൻറ്റു G10 ഇൻറ്റു ഹൈറ്റ് എത്ര മീറ്റർ? 60 മീറ്റർ. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി ഇൻറ്റു എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ 10% ലോസ് ഉണ്ട്. അപ്പോൾ 90% ബാക്കി മാത്രമേ നമുക്കിവിടെ പവറായിട്ട് കിട്ടുള്ളൂ. സോ 90/100. ഓക്കെ, അപ്പോൾ ഈ 0 0 0 0 ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് 15 × 60 പറഞ്ഞാൽ 90 × 90. ദാറ്റ്സ് ഈക്വൽ ടു 8100 വാട്ട് അല്ലേ? സോ കിലോ വാട്ടിലേക്ക് മാറ്റുമ്പോൾ 8.1 കിലോ വാട്ട് എന്ന് വരും. ഓപ്ഷൻ 1 ആണ് വരും. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലേക്ക് പോവാം. സെക്ഷൻ ബിയിൽ 15ൽ 10 ആൻസർ എഴുതിയാൽ മതി. നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 36. ഫ്രം എ സർക്കുലർ റിംഗ് ഓഫ് മാസ് m and radius r, an arc corresponding to 90° sector is removed. ഒരു 90° സെക്ടറിൻ്റെ ആർക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്തു ഒരു റിംഗിൽ നിന്ന്. അപ്പോൾ ബാക്കി ഇത്രയല്ലേ ഉണ്ടാവുക? അപ്പോൾ മാസ് പണ്ട് m ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ 3/4 പാർട്ടല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. കൺസെപ്റ്റാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ മാസ് മാത്രമേ മാറിയിട്ടുള്ളൂ, റേഡിയസ് ഡിസ്റ്റൻസ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ the moment of inertia of the remaining part of the ring about an axis passing through center of the ring and perpendicular to the plane of the ring is k times mr². അപ്പോൾ ഈ ഇവിടുത്തെ കേസിൽ ഈ k ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയെന്നാണ് ചോദിച്ചത്. ദാറ്റ്സ് ഈക്വൽ ടു 3/4 mr² അല്ലേ? ടോട്ടൽ mr² ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് 3/4 പാർട്ട് റിംഗ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. 3/4 ആണ്. സോ ഓപ്ഷൻ 4 ആണ്. ഫ്രാക്ഷൻ ആ കെ എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ കെ 3/4 ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 37. Question number 37. For a given circuit, the input digital signals are applied at the terminals A, B and C. What would be the output at the terminal Y? അപ്പോൾ നോക്കാം, ഈ ഇൻപുട്ട് സിഗ്നൽസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നൽസ് ഞാൻ വരക്കുന്നില്ല, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടാവും. ഞാൻ ആ ഗേറ്റുകൾ വരക്കുമ്പോൾ നമുക്ക് ആ ഗേറ്റുകളുടെ കോമ്പിനേഷനാണ് ഞാൻ വരക്കുന്നത്. A, B, ഇത് ആൻഡ്, ഇവിടുത്തെ കേസിൽ C ഉണ്ട്, ഇത് നാൻഡ്, പിന്നെ അത് രണ്ടും കൂടെ ഒരു ഓർ ഗേറ്റിലേക്ക് പോവാണ് അല്ലേ? ഓർ ഗേറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇത് A.B അല്ലേ? A/B ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ കേസിൽ B.C ഹോൾ ബാർ വരും. രണ്ടും കൂടെ ആഡ് ചെയ്ത ബൂളിയൻ എക്സ്പ്രഷൻ y എന്നുള്ളത് ശരിക്കും അപ്പോൾ A.B പ്ലസ് ഓർ ഗേറ്റ് ആയതുകൊണ്ട് പ്ലസ് B.C ഹോൾ ബാർ എന്നാണ് വരിക. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഫസ്റ്റിലെ ഭാഗത്ത് നോക്കുക. ഫസ്റ്റത്തെ ആ ലൈൻ വരച്ച പാർട്ടിൽ A എന്താണ്? A 0-ലാണ് കിടക്കുന്നത്. B എന്താണ്? B 0-ലാണ് കിടക്കുന്നത്. C എന്തിലാണ്? 5 വോൾട്ടിൽ എന്ന് പറഞ്ഞാൽ 1-ലാണ് കിടക്കുന്നത് അല്ലേ? C മേലെയാണ് കിടക്കുന്നത്, 1-ലാണ്. അപ്പോൾ ഇതിൽ y എന്തായിരിക്കും എടുക്കുക? 0.0 പ്ലസ് 0.1 ഹോൾ ബാർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0 എന്നാൽ 0, 0.1 എന്ന് പറഞ്ഞാൽ 0, 0 ബാർ എന്ന് പറഞ്ഞാൽ 1. സോ 0 + 1 1 ഇതല്ലേ വരിക. അപ്പോൾ y എന്നുള്ളത് 1 ആണ് വരിക ഇനീഷ്യലി. y ഇനീഷ്യലി തന്നെ 1-ൽ നിൽക്കുന്നത് ഓപ്ഷൻ 3-ലും ഓപ്ഷൻ 4-ലും മാത്രമാണ്. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത കിട്ടും. അടുത്തതിൽ A നോക്കുക. അടുത്ത ഇൻപുട്ടിൽ A എന്താണ്? A 1 ആണ്, B 0 ആണ്, C 1 ആണ്. ഓക്കെ, A 1 ആണ്, B 0 ആണ്, C 1 ആണ്. അപ്പോൾ ഇനി നോക്കാം നമുക്ക് y നോക്കിയാൽ A 1 ആണ് അല്ലേ? A 1 ആണ്, B 0 ആണ്, C 1 ആണ്. അപ്പോൾ A 1 കൊടുക്കുമ്പോൾ 1.0 പ്ലസ് 0.1 ഹോൾ ബാർ. ഈ 1.0 പറഞ്ഞാൽ 0 ആണ്, 0.1 പറഞ്ഞാൽ 0 ആണ്, 0 ബാർ 1 ആണ്, എഗെയിൻ 1 ആണ്. അപ്പോൾ പിന്നെയും 1-ൽ തന്നെ നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 അല്ലേ വരുള്ളൂ. ഓപ്ഷൻ 3 വരുള്ളൂ. ഓക്കെ, ആ 3 എന്നുള്ള ഓപ്ഷനേ വരുള്ളൂ. ഫുള്ളായിട്ട് 1 ആയിട്ട് നിൽക്കുന്ന 4-ൽ രണ്ടാമത്തെ ഇൻപുട്ട് ആവും. T2 ആകുമ്പോഴത്തേക്ക് എന്താവുണ്ട്? താഴേക്ക് പോകുന്നുണ്ട്. തെറ്റാണ് അല്ലേ? സോ തേർഡ് ഓപ്ഷനേ കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38. 27 drops of same size are charged at 220 volt each. N drops ചാർജ് ചെയ്യുന്ന കേസ്. They combine to form bigger drop. Calculate the potential of the bigger drop എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കേസിൽ
നമുക്കറിയാം ഇപ്പോൾ സ്മോളർ ഡ്രോപ്പിൻ്റെ റേഡിയസ് ആറും ബിഗർ ഡ്രോപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ 4/3 പൈ സ്മോൾ ആർ ക്യൂബ് ഇൻറ്റു എൻ ഈക്വൽ ടു 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ആയിരിക്കുമല്ലോ. ഈ 4/3 പൈ ഒക്കെ ക്യാൻസൽ ചെയ്താൽ എൻ ആർ ക്യൂബ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ക്യൂബ് ആയിരിക്കും. ഓർ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ n⁻⁴ സ്മോൾ ആർ ആണ്. പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ആളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 ഞാൻ കെ എന്ന് കൊടുത്താൽ കെ സ്മോൾ ക്യൂ ബൈ സ്മോൾ ആർ ആണ്. വലിയ ആളുടെ പൊട്ടൻഷ്യലോ കെ എൻ ഇൻറ്റു സ്മോൾ ക്യൂ. കാരണം എന്താ, ഓരോ ആളുടെയും ചാർജ് സ്മോൾ ക്യൂ ആണെങ്കിൽ എൻ ക്യൂ ഡിവൈഡ് ബൈ അല്ലേ, എല്ലാവർക്കും സെയിം സൈസ് ആർ ചാർജ് 220 വോൾട്ട് ഈച്ച് എന്നാണ്. അപ്പോൾ എൻ ക്യൂ ഡിവൈഡഡ് ബൈ ഇത് ഈ സ്മോൾ വി ആണ് 220 കേട്ടോ, ക്യാപിറ്റൽ വി എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ കെ ഇൻറ്റു എൻ ക്യൂ ഡിവൈഡ് ബൈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ആർ എന്നാണ് ഇവിടെ വരിക, വലിയ റേഡിയസ്. ആ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, n⁻⁴ സ്മോൾ ആർ. ദാറ്റ്സ് ഈക്വൽ ടു ഞാൻ ഇതിനെ n⁻⁻⁻ 1/3 കെ ക്യൂ ബൈ ആർ എന്ന് എഴുതാണ്. ദാറ്റ്സ് ഈക്വൽ ടു n⁻3 അല്ലേ 2/3 വി. ദാറ്റ്സ് ഈക്വൽ ടു n⁻²/3 ആണ്. n ഇവിടെ 27 ആണ്. (2/3) വി എന്ന് പറഞ്ഞാൽ 220 വോൾട്ട് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 27 ക്യൂബ് റൂട്ട് 3 3² 9 9 ഇൻറ്റു 220. ഇതിൽ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ 9 ഇൻറ്റു 220 1980 അല്ലേ, 1980 കേട്ടോ, 1980 വോൾട്ടാണ്. ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. സീരീസ് LCR സർക്യൂട്ട് കണ്ടെയ്ൻസ് 5 ഹെൻറി ഇൻഡക്ടർ, 80 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആൻഡ് 40 ഓം റെസിസ്റ്റർ. നമുക്കൊന്ന് വരച്ച് നോക്കാം. എന്താണ്, ഒരു 5 ഹെൻറി ഇൻഡക്ടർ ഉണ്ട്, പിന്നെ 80 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്, അതിനുശേഷം 40 ഓം റെസിസ്റ്ററും ഉണ്ട്. ഓക്കെ, അതെല്ലാം കൂടെ 230 വോൾട്ട് സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. 230 വോൾട്ടാണ്. വേരിയബിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രീക്വൻസി വേരിയഡ് ആണ്. Angular frequencies of source at which power transferred to the circuit is half the power at the resonance angular frequency are likely to be. അതായത് പവർ എന്നുള്ളത് ഇപ്പം നമുക്കുള്ള പവർ റെസണൻസിലെ പവർ ബൈ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി, ആ ടൈമിലുള്ള ആംഗുലാർ ഫ്രീക്വൻസി എത്ര ആയിരിക്കും? അപ്പോൾ നമുക്ക് റെസണൻസിലെ പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, അവിടെ ഉള്ള v², ഞാൻ VRMS² എന്നായിട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ v² ഡിവൈഡ് ബൈ ആർ ആണ്. കാരണം എന്താ, അവിടെ ഈ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവില്ല, ഇമ്പിഡൻസ് ആർ മാത്രമേ ഉണ്ടാവുള്ളൂ. v²/r ആണ് ടോട്ടൽ പവർ, റെസണൻസിലെ പവർ. സോ നമുക്കിപ്പോൾ ചോദ്യം പവർ v²/2r ആവണത് എപ്പോഴാണെന്നാണ് അല്ലേ. ഈ നമുക്ക് റെസണൻസിലെ പവർ v²/r, അപ്പോൾ v²/2r ആവണത് എപ്പോഴാണ്? ഈ ഒരു കാര്യം NCERT-യിൽ ഈ ക്യൂ വാല്യൂവിൻ്റെ ഡെറിവേഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ആ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്കറിയാം ശരിക്കും പവർ എന്ന് പറഞ്ഞാൽ എന്താ, പവർ എന്ന് പറഞ്ഞാൽ ശരിക്ക് v²/r അല്ലേ, ശരിക്കും v² അല്ലെങ്കിൽ VRMS IRMS cos φ, അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. സോ ഞാൻ അതിനെ VI cos φ, രണ്ടും RMS ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ VI cos φ എന്നാണ് പവർ വരിക. ഈ I എന്ന് പറഞ്ഞാൽ V/Z ആണ്. സോ V/Z cos φ എന്ന് പറഞ്ഞാൽ R/Z ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു v², ക്ലിയർ ആക്കട്ടോ, v²/Z² ഇൻറ്റു R ആണ് പവർ വരിക. ആ പവർ എന്തിന് ഈക്വൽ ആവണമെന്നാണ് പറഞ്ഞത്, v²/2r ന്. ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടോ. v²/Z² ഇൻറ്റു R ഈക്വൽ ടു v²/2r എന്നാണ് പറഞ്ഞത്. സോ v² ക്യാൻസൽ ചെയ്തു. നമ്മൾ ഈ 2r² ഈക്വൽ ടു z² എന്ന് വരും അപ്പോൾ അല്ലേ. അപ്പോൾ എന്താണ് z²? z² എന്ന് പറഞ്ഞാൽ r² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ആണ്. അത് 2r² ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അതായത് XL മൈനസ് XC അപ്പോൾ എന്തിന് ഈക്വൽ ആണ്? XL മൈനസ് XC എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു r² ഈക്വൽ ആണ്. ഓർ XL മൈനസ് XC എന്ന് പറഞ്ഞാൽ r ഈക്വൽ ആണ്. എന്നാൽ നമുക്ക് നോക്കാം. XL എന്ന് പറഞ്ഞാൽ എന്താണ്, L ഒമേഗ അല്ലേ. L ഒമേഗ എന്ന് പറഞ്ഞാൽ 5 ഒമേഗ മൈനസ് XC എന്ന് പറഞ്ഞാൽ 1/c ഒമേഗ, 1/80 × 10⁻⁻6 ഇൻറ്റു ഒമേഗ ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ 40. നമുക്ക് എല്ലാം ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5 ഒമേഗ² മൈനസ് 10⁻6/80 ഒമേഗ പോവും, ഈക്വൽ ടു 40 ഒമേഗ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ 5 ഒമേഗ² മൈനസ് 40 ഒമേഗ മൈനസ് 10⁻6/80 ഈക്വൽ ടു 0 എന്നാണ് വരിക അല്ലേ. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുക. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഇപ്പോൾ സം ഓഫ് റൂട്ട്സ് അല്ലേ, സം ഓഫ് ഒമേഗ 1
പ്ലസ് ഒമേഗ 2 എന്നുള്ള ആ സം ഓഫ് റൂട്ട്സ് നമുക്ക് ഒമേഗ 1 പ്ലസ് ഒമേഗ 2 സം ഓഫ് റൂട്ട്സ് എന്തായിട്ടാണ് കിട്ടേണ്ടത് 40/5 അല്ലേ 40/5 എന്ന് പറഞ്ഞാൽ 8 ഈക്വലായിട്ട് കിട്ടണം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ അതിൻ്റെ സം ഓഫ് റൂട്ട്സ് 8 ഈക്വലായിട്ട് കിട്ടണം. ഈ സം ഓഫ് റൂട്ട്സ് പറഞ്ഞാൽ നമുക്ക് ഒന്ന് പ്ലസ് ഒന്ന് മറ്റേത് മൈനസ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അതുകൊണ്ടാണ് രണ്ട് വാല്യൂസ് വരുന്നത്. അപ്പോൾ ആ രണ്ട് വാല്യൂസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് 8 ആവണം. രണ്ട് വാല്യൂസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് 8 ആവണ റിലേഷൻസ് ഏത് മാത്രമേ ഉള്ളൂ നോക്കുക. അതിൽ ഓപ്ഷൻ 2 മാത്രമല്ല 8 ഡിഫറൻസ് വരുന്നുള്ളൂ. സോ 39 ഓപ്ഷൻ ആൻസർ 2 ആയിരിക്കണം. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സോ അല്ലെങ്കിൽ ഞാനിതിനെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിൽ തന്നെ ഈ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്ക് ഓപ്ഷൻ 2ലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 40. എ പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 60 cm ഫ്രം കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 30 cm. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 40 ആണ്. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ കോൺവെക്സ് ലെൻസിൽ നിന്ന് 60 cm അപ്പുറത്ത് അല്ലേ 60 cm അപ്പുറത്ത് ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട് 30 cm ആണ് തന്നിട്ടുണ്ട്. ഇനി ഇഫ് എ പ്ലെയിൻ മിറർ വെർ പുട്ട് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ ലെൻസ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് 40 cm ഫ്രം ഇറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് 40 cm ഒരു പ്ലെയിൻ മിററിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഫൈനൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് കോൺവെക്സ് മിററിൻ്റെ കേസിൽ 60 cm എന്ന് പറഞ്ഞാൽ 2f അല്ലേ 2f-ലാണെങ്കിൽ 2f-ൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യാൻ അർത്ഥം അല്ലേ. അതായത് 2f എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഈ പ്ലെയിൻ മിറർ ഇല്ലെങ്കിൽ ടോട്ടൽ 60 cm എവിടെയാണോ അവിടെ ആയിരിക്കും എന്തുണ്ടാവുക ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. ഞാൻ അതിനെ I1 എന്ന് വിളിച്ചു. ഈ I1 ഇയാൾക്ക് ഈ പ്ലെയിൻ മിററിനെ സംബന്ധിച്ചിടത്തോളം I1 ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കൺവേർജിങ് റേസ് ആണ് ഈ പ്ലെയിൻ മിററിൽ വരിക. ആ സമയത്ത് ഈ I1-ന്റെ ഇമേജ് ഇതൊരു വെർച്വൽ ഒബ്ജക്റ്റ് പോലെ ഇയാൾക്ക് ആക്ട് ചെയ്യും. I1-ന്റെ ഇമേജ് റിയൽ ഇമേജ് ആയിട്ട് ആർക്ക് ഇവിടെ I2 എത്രയാണോ ഈ ഡിസ്റ്റൻസ് അത്ര തന്നെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഡിസ്റ്റൻസ് 20 cm അല്ലേ അത്ര തന്നെ ഡിസ്റ്റൻസിൽ ഈ സൈഡിൽ ഫോം ചെയ്യും. ഓക്കെ, റിയൽ ഇമേജ്. അപ്പോൾ ഈ റിയൽ ഇമേജ് വീണ്ടും ഈ കോൺവെക്സ് ലെൻസിന് എന്താണ് ഈ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഒരു ഒബ്ജക്റ്റ് ആണ്. എത്ര ഡിസ്റ്റൻസിൽ 20 cm, അതായത് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഉള്ളിൽ, അതായത് ഫോക്കസിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടയിലായിക്കൊണ്ടാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെർച്വൽ ഇമേജ് വീണ്ടും ഫോം ചെയ്യും. ആ വീണ്ടും ഫോം ചെയ്യുന്ന വെർച്വൽ ഇമേജ് നമ്മൾ കണ്ടുപിടിക്കാൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. 1/v - 1/u = 1/f. അതിൽ സൈൻ കൺവെൻഷൻ നോക്കുകയാണ്. ഞാൻ സൈൻ കൺവെൻഷൻ ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് പോസിറ്റീവ്, ഇവിടെ നിന്നാണ് ഇൻസിഡൻറ്റ് റേ, ഇതാണ് പോസിറ്റീവ്. അപ്പോൾ ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുമ്പോൾ യു അപ്പോഴും -20 cm. ഫോക്കൽ ലെങ്ത് പ്ലസ് ആണ് ആരുടെ കേസിലായതുകൊണ്ട് കോൺവെക്സിൻ്റെ കേസിലായതുകൊണ്ട് പ്ലസ് ആണ്. സോ 1/v - 1/-20 = 1/f. 1/f എന്ന് പറഞ്ഞാൽ 1/30 അല്ലേ. സോ 1/v = 1/30 - 1/20. 20 - 30/20 × 30. അപ്പോൾ എത്ര കിട്ടുക v = 60 cm എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താൽ അല്ലേ 10 അല്ലേ വരിക 60 cm എന്ന് കിട്ടും. ഈ 60 cm എന്ന് പറഞ്ഞാൽ എവിടെയുള്ളത് ഈ ലെൻസിൽ നിന്ന് 60 cm എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ പൊസിഷനിലാണുള്ളത് 60 cm. പക്ഷേ ഇപ്പോൾ അത് വെർച്വൽ ഒബ്ജക്റ്റാണ് അല്ലെ വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാവുക. ആ പോയിന്റിൽ ഒരു വെർച്വൽ ഇമേജ്. അപ്പോൾ 20 cm ഫ്രം മിറർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇമേജ് എന്താണ് വെർച്വൽ ഇമേജ് ആയിരിക്കും. എന്തുകൊണ്ടാണ് വെർച്വൽ ഇമേജ് എഫിൻ്റെയും പിൻ്റെ ഇടയിലായി വെക്കുമ്പോൾ വെർച്വൽ ഇമേജ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്താലും മതി. v/u അല്ലേ v/u പറഞ്ഞാൽ ഇത് -60 വരും കേട്ടോ. 20 - 30 വരുമ്പോൾ -60 വരും. സോ -60/-20 ദാറ്റ്സ് ഇക്വൽ ടു +3 എന്ന് വരും. പ്ലസ് എന്ന് പറഞ്ഞാൽ തന്നെ വെർച്വൽ ഇറക്റ്റ് ആണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെർച്വൽ ഇമേജ് തന്നെയാണ് ഇവിടെ ഫോം ചെയ്യുക. ആ വെർച്വൽ ഇമേജ് 20 cm ഫ്രം മിറർ ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക 20 cm ഫ്രം പ്ലെയിൻ മിറർ ഇറ്റ് വിൽ ബി എ വെർച്വൽ ഇമേജ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 41. 3 resistors having resistance R1, R2, R3 are connected as shown in the given circuit. The ratio I3/I1 of currents in terms of resistance is used in the circuit is. അപ്പോൾ ഇവിടുത്തെ കേസിൽ A ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് R1 ഉണ്ട്, ഇവിടെ കറണ്ട് I1 ഉണ്ട്. ഡിവൈഡ് ചെയ്ത് പോയി അല്ലേ, ഡിവൈഡ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് ഇത് R2 ഇത് R3, ഇതിലൂടെയുള്ള കറണ്ട് I3, ഇതിലുള്ള കറണ്ട് I1. കറണ്ട് ഡിവിഷൻ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. I3 എന്നുള്ള കറണ്ട് മെയിൻ കറണ്ട് ആയിട്ടുള്ള I1-നെ ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി അതർ R2 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R2 + R3. അപ്പോൾ I3/I1 എന്തായിരിക്കും I3/I1 R2/R2 + R3 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതിൽ ഓപ്ഷൻ ഏതാ വരിക
ഓപ്ഷൻ 1. Question number 42. Two conducting circular loops of radii R1 and R2 are placed in the same plane with their centers coinciding. If R1 much less than R2, much greater than R2, the mutual inductance M between them will be directly proportional to. അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇത് അറിയുന്ന ഡയറക്റ്റായിട്ട് ഫോർമുല അറിയുന്നവർക്ക് അതിനെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 2 കോയിൽസിൻ്റെ കേസാണ്. ഇതിൽ R2 ആണ് ചെറുത്, R1 വലുത്. അപ്പോൾ R1 കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് അല്ലേ, ആ രീതിയിൽ നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. സോ നമുക്ക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു കറൻറ്റ് എന്നറിയാം അല്ലേ. അപ്പോൾ ഈ ഇവിടുത്തെ കേസിൽ ഈ നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ R1 എന്നുള്ള കോയിൽ, R1 എന്നുള്ള റേഡിയസ് ഉള്ള കോയിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കാരണം അതിലുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കാരണമുള്ള ഈ എം ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണത്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം ഇസ് ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ I1 എന്നാണ് വരിക. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? BA ഡിവൈഡ് ബൈ I1. ഈ B എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഈ റേഡിയസ് R1 ഉള്ള ഒരു കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതെന്താ? μ0I/2R അല്ലേ, μ0I1/2R. ഈ 2R1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസിൽ R1 എന്നാണ് വരിക. ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ R² πr². ആ R² ആയിരുന്നാ ഇയാളുടെ ഏരിയ, ചെറിയ ആളുടെ ഏരിയ R2² ഡിവൈഡ് ബൈ I1. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടുത്തെ കേസിൽ ഇതിന് ഞാൻ ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റന്റ് ആണ്. I1 ക്യാൻസൽ ഇവിടെ R2² R1 അല്ലേ കിട്ടുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അങ്ങനെ ഏതാ ഓപ്ഷൻ ഉള്ളത്? R2² R1, ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. എ ബോൾ ഓഫ് മാസ് 0.15 kilogram is dropped from a height 10 meter, strikes the ground and rebounds to the same height. ഒരേ ഹൈറ്റിലേക്കാണ് തിരിച്ചു വന്നു. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരേ ഹൈറ്റിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇമ്പൾസ് വെലോസിറ്റിയും സെയിം ആയിരിക്കും അല്ലേ, തിരിച്ച് ഇലാസ്റ്റിക് ആയിട്ടാണ് കൊളൈഡ് ചെയ്തതെന്ന് അർത്ഥം. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ 2 times mv ആയിരിക്കും അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണത്. 2 times mv ആണ്. സോ 2 times 0.15 ഇൻറ്റു വെലോസിറ്റി ഇവിടെ √2gh എടുക്കണം. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.3 ഇൻറ്റു √2 ഇൻറ്റു g എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു h എന്ന് പറഞ്ഞാലും 10. സോ √200 അല്ലെങ്കിൽ 10√2 എന്ന് വരും. സോ 3√2 എന്നാണ് ആൻസർ വരിക. 3√2 പറഞ്ഞ ഓപ്ഷൻ അതിലില്ല. അപ്പോൾ നമുക്ക് 1.4 ആയിട്ട് √2നെ അപ്രോക്സിമേറ്റ് ചെയ്താൽ 4.2 kg/s എന്ന ഓപ്ഷൻ അതിലുണ്ട്, ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. ഇൻ ദ പ്രൊഡക്റ്റ് F is equal to Q into V cross B. അതിൽ എന്താ തന്നിട്ടുള്ളത്? 44ൽ F is equal to Q into V cross B. അതിൽ B തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് V എന്നുള്ളത് 2I + 4J + 6K എന്ന് തന്നിട്ടുണ്ട്. ഫോഴ്സ് ആണെങ്കിലോ 4I - 20J + 12K എന്ന് തന്നിട്ടുണ്ട്. അതിൽ ഒരു കാര്യമുണ്ട്, B എന്നുള്ള വെക്റ്റർ BI + BJ + B0K എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബി സെയിം ആണ്, അങ്ങനത്തെ ഓപ്ഷൻസേ തന്നിട്ടുള്ളൂ അല്ലേ. ഐയും ജെൻ്റെയും കോഎഫിഷ്യൻറ്റ് സെയിം ആണ്, അങ്ങനത്തെ ഓപ്ഷൻസേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് V ക്രോസ് B നമ്മളൊന്ന് ചെയ്ത് നോക്കാം. V ക്രോസ് B ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. Q × V ക്രോസ് B ആണുള്ള ഫോഴ്സ് കിട്ടേണ്ടത്. അപ്പോൾ Q × V ക്രോസ് B ആണ് കിട്ടേണ്ടത്. Q 1 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. Q = 1 ആണ്. അപ്പോൾ ശരിക്കും Q × V ക്രോസ് B ആണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണത്. 1 × V ക്രോസ് B, V ക്രോസ് B ആണ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് V ക്രോസ് B കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ I, J, K, പിന്നെ ഈ V എന്നുള്ളത് 2, 4, 6, B എന്നുള്ളത് B0. അപ്പോൾ നമുക്ക് I × 4B0 - 6B - J × 2B0 - 6B + K × 2B - 4B - 2B അല്ലേ. 2B - 4B ആണ് -2B. അപ്പോൾ ഈ K ഇതാണല്ലോ F നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോ Kൻ്റെ കോഎഫിഷ്യൻറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് -2B ആണെന്ന് കിട്ടി. ആ -2B ആരാണ്? 12 ആണ് ഫോഴ്സിൻ്റെ K അല്ലേ. ദാറ്റ് മീൻസ് B എന്നുള്ളത് 12 / -2 -6 ആണെന്ന് അർത്ഥം. സോ -6 ആയി -6J എന്നാണ് എന്തായാലും. അത് ആകെ ഒരു ഓപ്ഷനിലേ ഉള്ളൂ, മറ്റത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ പോലും വരുന്നില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 4 × ഇവിടെ -8 എന്നാണ് കിട്ടേണ്ടത് അല്ലേ. 4 × -8 എന്നാൽ -32 -6 × -6 എന്നാൽ 36. അപ്പോൾ ആ രീതിയിൽ 32 ഇവിടുത്തെ കേസിൽ 32, 36 വരും. 4I ആണ് വരേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇനി 45 നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45.
A uniform rod of length 200 centimeter and mass 500 gram is balanced on a wedge placed at 40 centimeter mark. നോക്കുക, ഒരു യൂണിഫോം റോഡ് ഉണ്ട്, അതിൻ്റെ മാസ് 500 കിലോഗ്രാം ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ 500 ഗ്രാം ആണ്. 0.5 × 10 ദാറ്റ് ഈസ് അല്ലേ 0.5 കിലോഗ്രാം ആണ്. ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവും അതിന്. ഇൻറ്റു 10 ദാറ്റ് ഈസ് 5 ന്യൂട്ടൺ താഴത്തേക്ക് വെയിറ്റ് ഉണ്ട് അയാൾക്ക്. ക്ലിയർ? അത് കറക്റ്റ് സെൻറ്ററിലാണുള്ളത്. കറക്റ്റ് പിന്നെ 100 സെൻറ്റിമീറ്റർ ഇവിടെ ഞാൻ 100 സെൻറ്റിമീറ്റർ എന്നതിൻ്റെ മേലെ എഴുതാണ്. കാരണം കറക്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ 200 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 100 സെൻറ്റിമീറ്ററിലാണ്. ഇനി ബാലൻസ്ഡ് ഓൺ എ വെഡ്ജ് പ്ലേസ്ഡ് അറ്റ് 40 സെൻറ്റിമീറ്റർ മാർക്ക്. 40 സെൻറ്റിമീറ്റർ മാർക്കിൽ ഒരു വെഡ്ജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 20 സെൻറ്റിമീറ്റർ എ മാസ് ഓഫ് 2 കിലോഗ്രാം ഈ സസ്പെൻഡഡ് ഇൻ ദ റോഡ്. അപ്പോൾ ഞാൻ 2 കിലോഗ്രാമിനെ 20 ന്യൂട്ടൺ എന്ന് എഴുതാണ്. അത് എത്ര 20 സെൻറ്റിമീറ്ററിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അനദർ അൺനോൺ മാസ് എം ഈ സസ്പെൻഡഡ് ഫ്രം റോഡ് അറ്റ് 160 സെൻറ്റിമീറ്റർ മാർക്ക്. 160 സെൻറ്റിമീറ്ററിൽ ഒരു അൺനോൺ മാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് mg എന്ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അതിനെ 10m എന്ന് കൊടുക്കുകയാണ്. G10 അല്ലേ, സോ 10m ആണ് അതിൻ്റെ വെയിറ്റ് താഴത്തേക്ക്. ക്ലിയർ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് m സച്ച് ദാറ്റ് റോഡ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. സ്മോൾ ലെറ്റർ m ആണ് കേട്ടോ. റോഡ് ഇക്വിലിബ്രിയത്തിനാവണമെങ്കിൽ ഉള്ള m എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. ഇവിടുത്തെ കേസിൽ നമുക്കറിയാം ഈ രണ്ട് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് ഇയാൾ ക്യാൻസൽ ചെയ്യണം അല്ലേ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുത്തെ ഏത് പോയിന്റ് അക്രോസ് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കാം, പക്ഷേ ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ പോയിന്റ് അക്രോസ് എടുക്കാൻ നല്ലത്. അപ്പോൾ എന്താണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് ഈ റിയാക്ഷൻ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല. സോ മൊമെൻറ്റ് അബൌട്ട് വെഡ്ജ് ഞാൻ 0 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സൈഡിലുള്ള രണ്ടെണ്ണത്തിൻ്റെ മൊമെൻറ്റ് ഈ സൈഡിലുള്ളതിനെ ക്യാൻസൽ ചെയ്യണം. സോ 20 ന്യൂട്ടൺ ഇൻറ്റു ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 20 അല്ലേ, ഈക്വൽ ടു 5 ന്യൂട്ടൺ ഇൻറ്റു നോക്കട്ടോ 5 ഇൻറ്റു ഇവിടുത്തെ ഇതിൻ്റെ ഇടയിലുള്ള 1400 ആണ്, 60 പ്ലസ് ഈ 10m ഇൻറ്റു ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നോക്കട്ടോ ഈ 116 40 നമ്മളുടെ ഡിസ്റ്റൻസ് 120 അല്ലേ, 120. അപ്പോൾ 20 × 20 പറഞ്ഞാൽ 400 ഈക്വൽ ടു 5 × 60 പറഞ്ഞാൽ 300 പ്ലസ് 1200 m. നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 ഈക്വൽ ടു 3 പ്ലസ് 12m. സോ 4 മൈനസ് 3 എന്ന 1 ഈക്വൽ ടു 12m. m ഈക്വൽ ടു 1/12 കിലോഗ്രാം എന്നാണ് വരിക. 1/12 കിലോഗ്രാം ഓപ്ഷൻ 3 ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സലറേറ്റ്സ് അറ്റ് 5 meter per second square. At t equal to 4 seconds, the ball is dropped out of a window by a person sitting in the car. What is the velocity and acceleration of the ball at t equal to 6 seconds? നമുക്ക് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആക്സലറേഷൻ g ആണ് അല്ലേ. ആക്സലറേഷൻ 10 meter per second square ആണ് വരിക. അതിൻ്റെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 3. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ബാക്കിയുള്ള കേസസ്. ഇനി ഒരു ഓപ്ഷൻ ഉള്ളത് താഴെ വന്ന് ലാൻഡ് ചെയ്താലാണ് കുറേ കഴിഞ്ഞതിന് ശേഷമുള്ളത്. അപ്പോൾ വെലോസിറ്റിയും 0 ആയിരിക്കും, ആക്സലറേഷൻ 0 ആയിരിക്കും. അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ എന്തായാലും തേർഡ് ഓപ്ഷനിലേക്ക് തന്നെ വരുള്ളൂ. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇത് 4 seconds എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്താവും? v = 80. ദാറ്റ്സ് ഇക്വൽ ടു 5 × 4 20 meter per second അതിൻ്റെ സ്പീഡ് മാറും അല്ലേ, 20 meter per second. ഇനി വെലോസിറ്റി അതിന് വിട്ട് കഴിയുമ്പോൾ അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇതാണ്. അതായത് വിട്ട് കഴിയുന്ന സമയത്ത് അതിങ്ങനെ ഒരു പാത്തിലൂടെയാണ് താഴേക്ക് വരിക. അതിൻ്റെ ux അപ്പോൾ അല്ലെങ്കിൽ vx എപ്പോഴും 20 meter per second തന്നെ ആയിരിക്കും. vy ആണെങ്കിലോ, vy ആണെങ്കിൽ gt ആയിരിക്കും. gt പറഞ്ഞാൽ 10 × 2. എവിടുന്നാണ് 2 കിട്ടിയത്? t 6 seconds ആകുമ്പോഴുള്ള കേസസ് ആണ് പറയുന്നത്. 4 സെക്കൻഡിന് ശേഷം 2 seconds, ദാറ്റ് ഇസ് 20 meter per second. രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് അല്ലേ ടോട്ടൽ വെലോസിറ്റി വരിക. അപ്പോൾ നെറ്റ് വെലോസിറ്റി √20² + 20² അല്ലേ വരിക, ദാറ്റ് ഈസ് 20 √2 meter per second. അപ്പോൾ 20 √2 meter per second 10 meter per second square ആയിട്ടുള്ള ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നമ്പർ 47 പറയുന്നത്? എ യൂണിഫോം കണ്ടക്ടിംഗ് വയർ ഓഫ് ലെങ്ത് 12a ആൻഡ് റെസിസ്റ്റൻസ് r ഈസ് ബൗണ്ട് അപ്പ് ആസ് എ കറന്റ് ക്യാരിങ് കോയിൽ ഇൻ ദ ഷേപ്പ് ഓഫ് എൻ ഇക്വലാറ്റർ ട്രയാംഗിൾ ഓഫ് സൈഡ് a ആൻഡ് എ സ്ക്വയർ ഓഫ് സൈഡ് a. നമുക്ക് ഒരു ഇക്വലാറ്റർ ട്രയാംഗിൾ ഓഫ് സൈഡ് എയും ഒരു സ്ക്വയർ ഓഫ് സൈഡ് എ ആയിട്ട് നമ്മൾ രണ്ട് കേസ് കൺസിഡർ ചെയ്യാണ്. ടോട്ടൽ 12a ആണ് ലെങ്ത്. അപ്പോൾ ടോട്ടൽ 12a ലെങ്ത് ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് 4 ആവണ്ടേ. ഇവിടുത്തെ കേസിലോ നമ്പർ ഓഫ് ടേംസ് 3 ആവണം, എന്നാലല്ലേ 12a കണക്കാവുക. ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ NIA അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ ഡൈപോൾ മൊമെന്റ് എന്താ? NIA എന്ന് പറഞ്ഞാൽ 4 × I × ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 a² അല്ലേ. അപ്പോൾ 4 ക്യാൻസൽ ചെയ്താൽ √3 IA² ആണ് ഈ കേസിൽ ഡൈപോൾ മൊമെന്റ് വരിക. ഈ കേസിൽ 3 ×
ഐ ഇൻറ്റു എന്താ വരിക എ സ്ക്വയർ. ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് ടേൺസ് എ സ്ക്വയർ ആണ് ഇവിടുത്തെ ഏരിയ അല്ലേ സ്ക്വയർ ആകുമ്പോൾ. സോ 3ia സ്ക്വയർ ആണ് ഇവിടുത്തെ കേസിൽ മൊമെൻറ്റ് വരിക. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 48 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 48 എന്താണ്? A particle moving in a circle of radius r with a uniform speed takes a time t to complete one revolution. If this particle were projected with the same speed at an angle theta to the horizontal, the maximum height attained by it equals to 4r. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് കണ്ടീഷൻസ് ആണ് ഇവിടെ. ഒരു സർക്കിൾ റേഡിയസ് ആറിലുള്ള ഒരു സർക്കിൾ കവർ ചെയ്യാൻ അതിന് ടി ആയിരുന്നു ടൈം പീരീഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 2πr/v ആണ് ടൈം പീരീഡ് എന്നർത്ഥം. ഇനി ഇതേ സ്പീഡ് വെച്ചിട്ട് ആംഗിൾ തീറ്റ വെച്ചിട്ട് നമ്മളൊരു പ്രൊജക്റ്റൈൽ മോഷൻ എറിയുമ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് 4r ആണെന്ന് പറഞ്ഞു. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? u സ്ക്വയർ അല്ലെങ്കിൽ v സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g അല്ലേ. ഇവിടുത്തെ കേസിൽ ജി ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. തീറ്റ എന്താണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടുത്തെ കേസിൽ അപ്പോൾ v എന്താണ്? 2πr/t. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും അല്ലേ. സോ 4r is equal to 2πr/t whole square into sin square theta divided by 2g. u square sin square theta by 2g. So നമുക്ക് 4r is equal to 4πr square 4π square r square അല്ലേ divided by 2t square g sin square theta. 4 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് sin square theta is equal to ഒരു ആറും ക്യാൻസൽ ചെയ്തു അല്ലേ. sin square theta equal to 2t square g divided by 4π square r. അപ്പോൾ ഒരു പൈ സ്ക്വയർ 4 ക്യാൻസൽ ചെയ്തത്. അപ്പോൾ എന്താ കിട്ടുക? 2t square g by പൈ സ്ക്വയർ ആർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ സൈൻ തീറ്റ അപ്പോൾ എന്തായിരിക്കും? സൈൻ തീറ്റ ഇതിൻ്റെ റൂട്ട് പറഞ്ഞാൽ 2t square g by പൈ സ്ക്വയർ ആർ ഹോൾ റേസ് ടു 1/2. അപ്പോൾ തീറ്റ എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2t square g by പൈ സ്ക്വയർ ആർ ഹോൾ റേസ് ടു 1/2. ഓപ്ഷൻ ഏതാ വരിക? 2t square g by പൈ സ്ക്വയർ. ഓപ്ഷൻ 3 അല്ലേ വരിക അല്ലേ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 49 ആണ്. എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കണക്റ്റഡ് ടു എൻ AC മെയിൻ സപ്ലൈ ഓഫ് 220 വോൾട്ട് ഈസ് മെയ്ഡ് ടു ഓപ്പറേറ്റ് അറ്റ് 11 വോൾട്ട് 44 വാട്ട് ലാമ്പ്. ഇഗ്നോറിംഗ് പവർ ലോസസ് ഇൻ ദ ട്രാൻസ്ഫോമർ, വാട്ട് ഇസ് ദ കറന്റ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട്? നമുക്ക് പവർ ലോസ് ഇല്ലെങ്കിൽ പ്രൈമറിയിലെ പവർ സെക്കൻഡറിയിലെ പവർ സെയിം ആയിരിക്കും. അപ്പോൾ സെക്കൻഡറിയിലെ പവർ 44 വാട്ട് ആയതുകൊണ്ട് അതിനായിരിക്കും പവർ വരിക. ഇനി സപ്ലൈ വോൾട്ടേജ് 220 ആയതുകൊണ്ട് ഈ 220 എന്നുള്ളതാണ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആയിരിക്കുമല്ലോ ഈ പവർ. സോ കറണ്ട് ഇസ് ഈക്വൽ ടു 44 ഡിവൈഡ് ബൈ 220. ക്ലിയർ? അപ്പോൾ 44 ഡിവൈഡ് ബൈ 220 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 0.22 കൊണ്ട് ക്യാൻസൽ ചെയ്ത് അല്ലേ. 0.2 ആംപിയർ എന്നല്ല വരിക. സോ ഓപ്ഷൻ 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 50 ആണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി v. എന്താണ് വിൻ്റെ കേസിൽ? v ഈസ് ഈക്വൽ ടു k ടൈംസ് എസ്കേപ്പ് വെലോസിറ്റി, k ലെസ് ദാൻ 1. മാക്സിമം ഹൈറ്റ് എബോവ് ദ സർഫസ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ. അപ്പോൾ എന്തായാലും എസ്കേപ്പ് വെലോസിറ്റിയേക്കാളും ചെറിയ ഹൈറ്റ് ആയതുകൊണ്ട് ചെറിയ വെലോസിറ്റി ആയതുകൊണ്ട് അതൊരു ഹൈറ്റിൽ എത്തിയിട്ട് തിരിച്ചു വരും അല്ലേ. അപ്പോൾ ആ ഹൈറ്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഒരു പോയിന്റ് എന്തായാലും എർത്തിൻ്റെ സർഫസ് ആണ്, അതിനെ എ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഒരു പോയിന്റ് ആ മാക്സിമം ഹൈറ്റ് ആണ്, ആ ഹൈറ്റിനെ ഞാൻ h എന്ന് മാർക്ക് ചെയ്തു. ഈ h എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ h എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ ഇവിടെയുള്ള വെലോസിറ്റിയാണ് KVE. ഓക്കെ, ഇവിടെ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി അറ്റ് എ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ബി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. യൂഷ്വൽ ഗ്രാവിറ്റേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണ പോലെ. സോ കൈനറ്റിക് എനർജി അറ്റ് എ എന്ന് പറഞ്ഞാൽ ഹാഫ് m(k²VE²) പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ് r അല്ലേ. സോ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -gmm/r ആയിരിക്കും സർഫസിലെ പൊട്ടൻഷ്യൽ എനർജി. ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ബി എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം ഹൈറ്റ് ആയതുകൊണ്ട് 0 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി -gmm/r+h. ക്ലിയർ? സോ നമുക്ക് ഇവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gm/r ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ ഓഫ് 2gm/r ആണ്. സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഹാഫ് m(k²) VE² എന്ന് പറഞ്ഞാൽ 2gm/r അല്ലേ, -gmm/r ഈക്വൽ ടു -gmm/ ഞാൻ ഇങ്ങനെ ചെയ്യാണ്. ആറിന് കോമൺ ആയിട്ട് എടുത്താൽ 1+h/r ഉണ്ടാവും. എന്തിനാ അത് ചെയ്ത് വെച്ചാൽ ഈ r എല്ലായിടത്തും ക്യാൻസൽ ചെയ്യാം, അതുപോലെ gm-നെയും ക്യാൻസൽ ചെയ്യാം അല്ലേ, gm-നെയും ക്യാൻസൽ ചെയ്യാം.
അപ്പോൾ എനിക്ക് എന്താ കിട്ടാറിയോ, ഇവിടുത്തെ കേസിൽ സ്മോൾ എമ്മും എല്ലായിടത്തും ഉണ്ട്, സ്മോൾ എമ്മിനും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് കെ സ്ക്വയർ 2 ക്യാൻസൽ ചെയ്തു. കെ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു -1/1 + h/r. ബാക്കിയെല്ലാം പോയി അല്ലേ. സോ നമുക്ക് ഇവിടുത്തെ കേസിൽ ഒരു 1 + h/r അങ്ങോട്ട് എടുത്താൽ 1 + h/r ഈക്വൽ ടു -1/k² - 1. ഈ k² 1-നേക്കാളും ചെറുതാണ്. സോ നമുക്ക് മൈനസിനെ ഒഴിവാക്കിയാൽ 1/1 - k² എന്ന് കിട്ടും 1 + h/r-നെ. അപ്പോൾ h/r എന്നുള്ളത് -1 അങ്ങോട്ട് -1 അങ്ങോട്ട് പോകും. സോ 1 - 1 + k² divided by 1 - k². That's equal to k² by 1 - k². So h is equal to rk² by 1 - k² എന്ന് കിട്ടും അല്ലേ. rk² by 1 - k². ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് കുറച്ചും കൂടെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഒരു കഴിഞ്ഞ വർഷത്തെ നീറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാൽക്കുലേഷൻസ് ഉള്ള കുറച്ചും കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്ക് വിട്ട് പോയിട്ടില്ല, ബട്ട് സ്റ്റിൽ അത് കുറച്ചും കൂടെ ലെങ്തി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാർക്ക് വെച്ചിട്ട് നമ്മൾ ഈ വർഷത്തെ മാർക്കുകൾ കമ്പയർ ചെയ്യുന്നത് കറക്റ്റ് ആവില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് വെരിഫൈ ചെയ്യാൻ ഈ വീഡിയോ യൂസ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. നമുക്കത് അതിനനുസരിച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു. നീറ്റ് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തത്. ഈ നീറ്റ് എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയാശംസകൾ ഹാർവസ്റ്റിൻ്റെ പേരിൽ നേരുന്നു. ഓക്കെ, താങ്ക് യു.